Hello everyone, welcome back to Learn with GGB. So, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫസ്റ്റ് ചാപ്റ്റർ വിച്ച് ഇസ് ജിയോഗ്രാഫിക്കൽ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. ഇത് നിങ്ങളുടെ ജിയോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. സോ ലെറ്റ് us സ്റ്റാർട്ട്. ബിഫോർ സ്റ്റാർട്ടിങ് നിങ്ങൾ നിങ്ങളുടെ ബുക്കും കൊണ്ടിരിക്കണം, ബിക്കോസ് ഞാനിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ലൈൻസും ലൈൻ ബൈ ലൈൻ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇഫ് യു വാണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ബുക്സിൽ ഇത് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം, സോ ദാറ്റ് റിവൈസ് ചെയ്യുമ്പോൾ ഫോർ എക്സാം ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നും. അതുകൊണ്ട് ഓക്കെ യാ. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജിയോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യനെ കുറിച്ചാണ്. വിച്ച് മീൻസ് ദാറ്റ് ജിയോഗ്രഫിക്കൽ മീൻസ് നമ്മൾ ഈ കാണുന്ന നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളില്ലേ, ലൈക്ക് ട്രീസ് ആയി, പോൺസ് ആയി, മൗണ്ടൻസ് ആയി, പിന്നെ നമ്മുടെ ഓഷ്യൻസ് ആയി, ഡെസേർട്ട് ആയി. ഡെസേർട്ട് മീൻസ് യു നോ വട്ട് ഡെസേർട്ട് മീൻസ് റൈറ്റ്. രാജസ്ഥാനിൽ നല്ല ചൂട് കൂടുമ്പോൾ ഡെസേർട്ട്സ് ഇല്ലേ, റെഗിസ്ഥാൻ, അതിനൊക്കെയാണ് ഡെസേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഡെസേർട്ട്സ് ആയി, പിന്നെ വാട്ടർഫോൾസ് ആയി, ഇതൊക്കെ എന്തുവാ ജിയോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി ആണ് ഇന്ത്യൻ്റെ. ബിക്കോസ് നമുക്ക് നമ്മുടെ കൺട്രിയിൽ ഇൻ ഇന്ത്യ ഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് തിങ്സ്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഓർക്കാം, നിങ്ങളൊരു കളർ പെൻസിലിൻ്റെ ബോക്സ് മേടിക്കുക. ഓക്കെ, സോ അതിൽ നിങ്ങൾക്ക് എന്താ ഡിഫറെൻറ്റ് കളേഴ്സ്, ഒരേ കളേഴ്സ് അല്ല ഡിഫറെൻറ്റ് കളേഴ്സ് കാണാൻ കിട്ടും. സോ അതെന്തുവാ ഡൈവേഴ്സ് കളേഴ്സിൻ്റെ ഒരു പാക്കറ്റ്, അതിനാണ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്ത്യയിലും ഇങ്ങനെ തന്നെ വാട്ടർഫോൾസ് കാണാം നിങ്ങൾക്ക്, പിന്നെ ഡെസേർട്ട്സ് കാണാം, സീ കാണാം, ഓഷ്യൻസ് കാണാം, പിന്നെ ഡെൽറ്റാസ് കാണാം, ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. സോ ദാറ്റ് ഈസ് വൈ ഇന്ത്യൻ്റെ ജിയോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി വളരെ വലിയതാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ശ്രീ അരബിന്ദോ എഴുതിയ ഒരു കോട്ട് നമ്മുടെ മുമ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് റിട്ടൺ ദാറ്റ് ടു അസ് ബൈ ഇറ്റ്സ് വെരി ജിയോഗ്രാഫി ദ കൺട്രി ഇന്ത്യ അപ്പിയേഴ്സ് ടു ബി ക്വൈറ്റ് ഡിസ്റ്റിങ് ഫ്രം അതർ കൺട്രീസ് ആൻഡ് ദാറ്റ് ഇറ്റ് സെൽഫ് ഗിവ്സ് എ സർട്ടൻ നാഷണൽ ക്യാരക്ടർ. സോ ദിസ് മീൻസ് ദാറ്റ് ശ്രീ അരബിന്ദോ പറഞ്ഞേക്കുക ദാറ്റ് നമ്മുടെ ഈ ജിയോഗ്രാഫിക്കൽ ഡൈവേഴ്സിറ്റിയിലെ ഇതാണ് നമ്മുടെ കൺട്രി ഇന്ത്യനെ വേറെ കൺട്രീസിൽ നിന്നും കുറേ ഡിഫറെൻ്റ് ആക്കുന്നത്. ഓക്കെ, മീൻസ് ഇപ്പം നിങ്ങൾ കാനഡയിൽ പോയാൽ കാനഡയിൽ എന്തുവാ സ്നോ വീഴും, എല്ലായിടത്തും സ്നോ വീഴും, അത്രയേ ഉള്ളൂ. എല്ലായിടവും കാണാൻ ഏകദേശം ഒരേപോലെ. ഓക്കെ, വലിയ സിറ്റീസ് വിട്ടിട്ട് എല്ലായിടത്തെയും ക്ലൈമാറ്റിക് കണ്ടീഷൻസും അതൊക്കെ സെയിമാണ്. ബട്ട് ഇൻ ഇന്ത്യ ചിലവിടത്ത് ചൂട്, ചിലവിടത്ത് നിങ്ങൾക്ക് സീ കാണാം, ചിലവിടത്ത് നിങ്ങൾക്ക് ഓഷ്യൻ കാണാം, ചിലവിടത്ത് നിങ്ങൾക്ക് വാട്ടർഫോൾസ് കാണാം. ഓക്കെ, സോ ഒത്തിരി ഡൈവേഴ്സിറ്റി ഡിഫറൻസസ് ഉണ്ട് ഇന്ത്യയിൽ. ദാറ്റ്സ് വൈ അതാണ് ഇന്ത്യൻ്റെ ഒരു ഡിഫറൻസ്. ഓക്കെ, ബാക്കി കൺട്രീസിൽ നിന്നും. അതാണ് ശ്രീ അരബിന്ദോ പറഞ്ഞിരിക്കുന്നത്. Now, ബിഫോർ മൂവിങ് ഓൺ, നമുക്ക് ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്നതാണ് ജോഗ് ഫോൾസ് ഇൻ കർണാടക. ഈ വാട്ടർഫോളിൻ്റെ പേര് എന്തോ ജോഗ് ഫോൾസ്. ഇതെവിടെ? കർണാടകയിലാണ്. ഓക്കെ, സോ ഈ വാട്ടർഫോളില്ലേ, ഈ വാട്ടർഫോളിൽ നിന്ന് ഈ വെള്ളം ഇങ്ങനെ താഴോട്ട് വീഴുമ്പം അവിടെ ടെർബൈൻസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ആ വെള്ളം വീഴുമ്പം ആ ടെർബൈനിൽ എനർജി ക്രിയേറ്റ് ആവും. ഓക്കെ, അങ്ങനെ ഇതിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആകാറുണ്ട്. ഓക്കെ, മനസ്സിലായോ? വിച്ച് മീൻസ് ദാറ്റ് ഈ വീഴുന്ന ശക്തിയില്ലേ, ഇത് ഒത്തിരി ശക്തിയോടാണ് ഈ വെള്ളം താഴോട്ട് വീഴുന്നത്. ആ വീഴുന്ന പവർ എന്തോ അത് കഴിഞ്ഞിട്ട് ഇലക്ട്രിസിറ്റിയിലോട്ട് കൺവേർട്ട് ആക്കുക. അതാണ് എഴുതിയിരിക്കുന്നത്. ദ പവർ ഓഫ് ദ വാട്ടർഫോൾ ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിസിറ്റി. വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന ഇലക്ട്രിസിറ്റി, വെള്ളത്തിൻ്റെ പവറിൽ നിന്ന് നമ്മൾ ഇലക്ട്രിസിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിനെ നമ്മൾ എന്തോ പറയുന്നത്, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്തുവാ ഏറ്റവും ക്ലീനസ്റ്റ് ഫോം ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. ഓക്കെ, സോ ഇവിടെ കൊടുത്തേക്കുന്നത് 1984 നമ്മുടെ ഇന്ത്യൻ്റെ ഫസ്റ്റ് ആസ്ട്രോനോട്ട്, മീൻസ് ഇന്ത്യയിൽ നിന്ന് സ്പേസിലോട്ട് പോയ ഫസ്റ്റ് പേഴ്സൺ ആയിരുന്നു രാകേഷ് ശർമ്മ. നമുക്ക് എല്ലാവർക്കും അറിയാം. സോ രാകേഷ് ശർമ്മ സ്പേസിൽ പോയി കഴിഞ്ഞപ്പം നമ്മുടെ ആ സമയത്തെ പ്രൈം മിനിസ്റ്ററിലെ മീൻസ് ഇന്ദിരാഗാന്ധി ആയിരുന്നു നമ്മുടെ 1984 പ്രൈം മിനിസ്റ്റർ. സോ പ്രൈം മിനിസ്റ്റർ രാകേഷ് ശർമ്മയോട് ചോദിച്ചു ദറ്റ് ഇന്ത്യ എങ്ങനെയാണ് കാണാൻ, സ്പേസിൽ നിന്ന് ഇന്ത്യയിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് എന്താ ഫീൽ ആയത്. സോ രാകേഷ് ശർമ്മ പറഞ്ഞൊരു ഫേമസ് ആൻസർ ഉണ്ട് ദറ്റ് ഇന്ത്യ എങ്ങനെ സാരി ജഹാൻ സെ അച്ഛ മീൻസ് എല്ലാ സ്ഥലത്തു നിന്നും ഏറ്റവും സുന്ദരം ഏത് കൺട്രി ആയിരുന്നു? ഇന്ത്യ ആയിരുന്നു. ഫ്രം സ്പേസിൽ നിന്ന് നോക്കിയപ്പോൾ ഇന്ത്യ ആയിരുന്നു ഏറ്റവും സുന്ദരം. അതാണ് എഴുതിയിരിക്കുന്നത് സാരി ജഹാൻ സെ അച്ഛ ബെറ്റർ ദൻ ദി ഹോൾ വേൾഡ്. ഓക്കെ, ആൻഡ് ഈ ആൻസർ ഒത്തിരി ഫേമസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേമസ് പോയം ഉണ്ടായിരുന്നൊരു സാരി ജഹാൻ സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര. സോ അതിലും ഈ ഒരു ലൈൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇൻ ദിസ് പേജ് വി ആർ ഗോയിങ് ടു സീ ദാറ്റ് ഇന്ത്യനെ ബാക്കി കൺട്രീസിനേക്കാളും ഡിഫറെൻറ്റ് എന്തോ ആക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഫീച്ചർ ഇസ് ദാറ്റ് ഇന്ത്യ ഈസ് ദ 7th ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ആൻഡ് എ പാർട്ട് ഓഫ് ഏഷ്യ. വിച്ച് മീൻസ് ദാറ്റ് ഇന്ത്യ നമ്മുടെ ലോകത്തെ 7ാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ്. ഓക്കെ, മീൻസ് അത്രയും വലിയതാണ് നമ്മുടെ ഈ ഏരിയ, ഇന്ത്യൻ്റെ ഫുൾ ഏരിയ അത്രയും വലിയതാണ്. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മുടെ ഏഷ്യ ഒരു കോണ്ടിനെൻ്റ് ആണ്, ആൻഡ് അതിൻ്റെ ഒരു പാർട്ടാണ് എന്തുവാ ഇന്ത്യ. ബട്ട് മെനി ടൈംസ് എന്തുവാ നമ്മൾ വായിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്നും പറയാറുണ്ട്. എന്തുവാ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്നും പറയാറുണ്ട്. ബിക്കോസ് ഇന്ത്യൻ്റെ ഏരിയ ഇത്രയും ലാർജ് ആണ് ദാറ്റ് ഒരു കോണ്ടിനെൻറ്റ് പോലാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്. ദാറ്റ്സ് വൈ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്നും ചിലപ്പോഴൊക്കെ അഡ്രസ്സ് ചെയ്യാറുണ്ട്. ആൻഡ് നമ്മുടെ ഇന്ത്യയുടെ നെയ്ബേഴ്സ് ആരൊക്കെയാണ്? പാകിസ്ഥാൻ ബോർഡറിലുണ്ട്, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, മ്യാൻമാർ. സോ ഈ കൺട്രീസൊക്കെ കൂടി ഇന്ത്യൻ്റെ നെയ്ബേഴ്സാണ്. ഓക്കെ, ആൻഡ് ഇതെല്ലാം ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് അകത്താണ് വരുന്നത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, ഇറ്റ് ഫോംസ് ദ റീജിയൻ നോൺ ആസ് ദി ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ്. ഓക്കെ,
Okay, now India is large and diverse, അത് നമുക്കറിയാം, റൈറ്റ്? ഇന്ത്യ ഒത്തിരി വലിയതാണ്. ആൻഡ് ഇന്ത്യയിൽ ഒത്തിരി ഭാഷക്കാരുണ്ട്. ലൈക്ക് യു പിയിലെ ഉണ്ട്, കേരളത്തിലുണ്ട്, ആസാം, മണിപ്പൂർ, പഞ്ചാബ്, ഇങ്ങനെ ഒത്തിരി ഡൈവേഴ്സിറ്റി ഉണ്ട് ഇന്ത്യയിൽ, റൈറ്റ്? സോ ഫുഡിൻ്റെ കാര്യത്തിലായാലും നമ്മളൊക്കെ ഇഡ്ഡലി ദോശയൊക്കെയാണ് കഴിക്കുന്നത്. ബട്ട് അങ്ങ് നോർത്തിലോട്ട് പോയാൽ എല്ലാവരും റോട്ടി, സബ്ജി ആൻഡ് മെനി അതർ തിങ്സ്, ഇങ്ങനെ പാവ് ഭാജി, വടാ പാവ്, അതൊക്കെയാണ് നോർത്തിലെ ആൾക്കാർ കഴിക്കുന്നത്. സോ ഫുഡ് തൊട്ട് ക്ലോത്ത്സ് തൊട്ട് ഭാഷകൾ തൊട്ട് എല്ലാത്തിലും ഇന്ത്യ എന്തുവാ, ലാർജുമാണ്, ഡൈവേഴ്സുമാണ്. ഓക്കെ, സോ next, ഇവിടെ കൊടുത്തേക്കുന്നത് the Himalayan mountain ranges stand as a natural barrier in the north, while the Thar Desert and the Arabian Sea mark its western limits. To the south, the Indian Ocean, and to the east, the Bay of Bengal form a natural boundary. These geographical features create a separation between India and the rest of the continent and have played a crucial role in shaping India's climate, culture and history. ഓക്കെ, ഇതിൽ ഈ ഒരു പാരയിൽ നമുക്ക് ഹിമാലയൻ മൗണ്ടെയിൻ, താർ ഡെസേർട്ട്, അറേബ്യൻ സീ ആൻഡ് ഇതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. സോ ഇത് ഞാൻ നിങ്ങൾക്ക് മാപ്പിൽ മനസ്സിലാക്കി തരാം. ആണ് നമ്മുടെ ഇന്ത്യയുടെ മാപ്പ്. ഓക്കെ, സോ ഈ മാപ്പിൽ ആ പാരഗ്രാഫിൽ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇന്ത്യയുടെ പ്രൊട്ടക്ഷൻ സിസ്റ്റമിനെ കുറിച്ചാണ്, റൈറ്റ്? ലൈക്ക് നമ്മളിപ്പോൾ വീട്ടിലാണ്, നമ്മൾ 4 വോൾസിൻ്റെ ഇടയ്ക്ക് കഥകളൊക്കെ ലോക്ക് ചെയ്തിരിക്കും, അപ്പോൾ നമുക്ക് സേഫ് ആയിട്ടല്ലേ ഫീലാണ്. അങ്ങനെ ഇന്ത്യയുടെ പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്തുവാണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മുടെ നോർത്ത് സൈഡിൽ നമുക്ക് ഹിമാലയ എന്ന് എഴുതിയേക്കുന്ന കാണാം, ഇവിടെ ഹിമാലയ എന്ന് എഴുതിയിട്ടുണ്ട്. സോ നമ്മുടെ ഈ നോർത്തേൺ സൈഡിൽ ഇത് ഫുള്ള് ഹിമാലയ ആണ് പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നത്. ബിക്കോസ് ഹിമാലയ എന്തുവാ, ബിഗ് മൗണ്ടെയിൻസാണ്, ടോൾ മൗണ്ടെയിൻസാണ്. ഓക്കെ, അവിടെ നിന്ന് ആർക്കെങ്കിലും നമ്മളെ ഒന്ന് അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ അവിടെ നിന്ന് നമ്മൾ സേഫാണ്. ഓക്കെ, ആൻഡ് ദെൻ നമ്മൾ നമ്മുടെ വെസ്റ്റേൺ സൈഡിൽ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ അറേബ്യൻ സീ എന്ന് എഴുതിയ കാണാം. അറേബ്യൻ സീ ആൻഡ് നമ്മുടെ താർ ഡെസേർട്ട് ഇവിടെ ഈ മേളിലോട്ട് വരുന്ന ഈ സൈഡിലാണ്. ഓക്കെ, സോ അറേബ്യൻ സീ ആൻഡ് താർ ഡെസേർട്ട് എന്തുവാ, നമ്മളെ വെസ്റ്റേൺ സൈഡിൽ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക. ആൻഡ് ദെൻ ഈസ്റ്റ്, നമ്മുടെ സൗത്ത് സൈഡിൽ വന്നാലോ കേരള ആൻഡ് തമിഴ്നാടുവിൻ്റെ താഴെ തന്നെ എന്തുവാ, ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്. സോ അവിടെ നിന്ന് നമ്മൾ പ്രൊട്ടക്റ്റഡാണ്, ബിക്കോസ് നമ്മുടെ സൗതേൺ സൈഡിൽ ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട് ആൻഡ് അവിടെ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുക. ആൻഡ് ദെൻ നമ്മുടെ ഈസ്റ്റേൺ സൈഡിലോട്ട് വന്നാൽ മേളിലോട്ട് ടുവേർഡ്സ് ബംഗ്ലാദേശ് സൈഡിലോട്ട് വന്നാൽ നമുക്ക് ബേ ഓഫ് ബംഗാൾ ഉണ്ട്. സോ അവിടെ നിന്ന് നമ്മൾ പ്രൊട്ടക്റ്റഡാണ്. ഓക്കെ, സോ നമുക്ക് നോർത്തിൽ ഹിമാലയാസ് ഉണ്ട്, നമ്മുടെ വെസ്റ്റിൽ താർ ഡെസേർട്ടും ഉണ്ട്, അറേബ്യൻ സീയും ഉണ്ട്, ആൻഡ് ദെൻ നമ്മുടെ സൗത്തിൽ നമുക്ക് ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്, കേരള ആൻഡ് തമിഴ്നാടുവിൻ്റെ താഴെ, ആൻഡ് ദെൻ നമ്മുടെ ഈസ്റ്റേൺ സൈഡിൽ നമുക്ക് ആരുണ്ട്, ബേ ഓഫ് ബംഗാൾ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഇത്രയും പ്രൊട്ടക്ഷൻ ഉണ്ട്. സോ ഇതും എന്തുവാ ഒരു ഫാക്ടറാണ്, ബിക്കോസ് ബാക്കി കൺട്രീസിലൊന്നും നിങ്ങൾക്ക് ഇത്രയും പ്രൊട്ടക്ഷൻ കാണാൻ കിട്ടത്തില്ല. മീൻസ് 4 ഭാഗത്തു നിന്നും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ, നാച്ചുറൽ ജോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് മീൻസ് ഓഷ്യൻസും മൗണ്ടെയിൻസും ഇതൊക്കെ ഒരു കൺട്രീനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചതായിട്ട് നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റത്തില്ല എക്സെപ്റ്റ് ഇന്ത്യ. ഓക്കെ, സോ ഇന്ത്യനെ ഇതും ഒരു ഡിഫറെൻറ്റ് കൺട്രി ആക്കി മാറ്റും ഈ ഫീച്ചേഴ്സും. സോ ബാക്ക് ടു ആർ ചാപ്റ്റർ, ഇതായിരുന്നു ഈ പാരഗ്രാഫിൽ അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ദാറ്റ് ഹിമാലയൻ മൗണ്ടെയിൻ എവിടെ, നാച്ചുറൽ ബാരിയർ ഉണ്ട് നോർത്തിൽ നമുക്ക് ഹിമാലയൻ മൗണ്ടെയിൻ ഉണ്ട്, താർ ഡെസേർട്ട് ആൻഡ് അറേബ്യൻ സീ എവിടെ ഉണ്ട്, വെസ്റ്റേൺ ലിമിറ്റ്സിലുണ്ട്, സൗത്തിൽ എന്തുണ്ട്, ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്, ആൻഡ് ഈസ്റ്റിൽ എന്തുണ്ട്, ബേ ഓഫ് ബംഗാൾ ഉണ്ട്. നാച്ചുറൽ ബൗണ്ടറി ആയിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. Now, okay, before moving on, let's say that നമ്മുടെ ആ ഹിമാലയൻ മൗണ്ടെയിൻസിൽ ഞാൻ നോർത്തിൽ കാണിച്ച ഹിമാലയൻ മൗണ്ടെയിൻസ് അതില്ലായിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ, അതവിടെ ഇല്ല. ഓക്കെ, ഒരു നാച്ചുറൽ ബാരിയർ ആയിട്ട്, ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് അതവിടെ ഇല്ല. സോ എന്ത് പറ്റിയേനെ, ജസ്റ്റ് ഇമാജിൻ. ഓക്കെ, ഞാൻ പറയാം. ഇപ്പോൾ ആ ഹിമാലയൻ മൗണ്ടെയിൻ ഒരു നാച്ചുറൽ ബാരിയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, വിച്ച് മീൻസ് ദാറ്റ് റഷ്യയിൽ നിന്നും സൈബേറിയയിൽ നിന്നും അവിടെ നിന്നൊക്കെ വരുന്ന ആ തണുപ്പില്ലേ, അത് നമുക്ക് അത്രയും അങ്ങോട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇടയ്ക്ക് എന്തുണ്ട്, ഇടയ്ക്ക് ഹിമാലയൻ മൗണ്ടെയിൻസ് ഉണ്ട്. ഓക്കെ, അതില്ലായിരുന്നെങ്കിൽ നമ്മുടെ കൺട്രിയിലും ഡൽഹിയിലും അവിടെയൊക്കെ എന്ത് പറ്റിയേനും, സ്നോഫോൾ, മഞ്ഞ് വീണേനെ. ഓക്കെ, ബിക്കോസ് റഷ്യയിൽ നിന്നും സൗദിയയിൽ നിന്നും ഒക്കെ വരുന്ന തണുത്ത കാറ്റും തണുപ്പും എല്ലാം ഇന്ത്യയിലും വന്ന് വീണേനെ. സോ ഇന്ത്യയിലും സ്നോഫോൾ ഉണ്ടായേനെ. സോ ആ തണുപ്പ് വരാതെ രക്ഷിക്കുന്നത് ആരാ, ഹിമാലയൻ മൗണ്ടെയിൻസ് ആണ്. ഓക്കെ, സോ ഈ ഹിമാലയൻ മൗണ്ടെയിൻസ് ഇല്ലെങ്കിൽ സ്നോഫോൾ ഉണ്ടായേനെ ഇന്ത്യയിൽ, ആൻഡ് മെനി അതർ ക്ലൈമാറ്റിക് ഡിഫറൻസസും ഉണ്ടായേനെ. ഓക്കെ, സോ ഈ ഒരു നാച്ചുറൽ ബാരിയേഴ്സ് നമ്മുടെ ഇന്ത്യയുടെ ക്ലൈമറ്റിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇൻ ദിസ് ചാപ്റ്റർ നമ്മൾ എന്തിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പോകുന്നത്, ദ 5 റീജിയൻസ്, 5 റീജിയൻസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ദ ഗ്രേറ്റ് മൗണ്ടെയിൻ സോണിനെ കുറിച്ചും, ദ പ്ലെയിൻസ് ഓഫ് ഗംഗ ആൻഡ് ദി ഇൻഡസ് റിവർ ആൻഡ് ഗംഗ റിവർ നമുക്കറിയാം, അതിനെക്കുറിച്ചും കുറച്ച് ഉണ്ട് പഠിക്കാൻ. ദ ഡെസേർട്ട് റീജിയനെ കുറിച്ചും ഉണ്ട്. ദ സൗതേൺ പെനിൻസുല മീൻസ് നമ്മുടെ 2 ഓഷ്യൻസിലെ, ഓക്കെ, സീ ആൻഡ് ഓഷ്യൻ, അറേബ്യൻ സീ ആൻഡ് ആ സീയിലെ അതിൻ്റെ ഇടയ്ക്ക് എന്തുവാ നമ്മുടെ ഈ സൗതേൺ പാർട്ടുണ്ട്. സോ അതിനാണ് സൗതേൺ പെനിൻസുല എന്ന് പറയുന്നത്. ആൻഡ് ഈ ഐലൻഡ്സ്, ആൻഡ് ദെൻ ഐലൻഡ്സിനെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണും. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ദി ഹിമാലയാസ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം ഈ വേർഡ് ഹിമാലയ എന്ന് എവിടെ നിന്ന് വന്നാന്ന് നോക്കാം. ഓക്കെ, so here it's given, the word Himalaya is a combination of 2 Sanskrit words, hima meaning snow and alya meaning adobe, dwelling, thus abode of snow. Okay, which means that Himalaya 2 സംസ്കൃത് വേർഡ്സ് ഉണ്ട്, രണ്ടും കൂട്ടി യോജിച്ചിട്ട് ഒരു വേർഡ് ആക്കി ഉണ്ടാക്കിയതാണ് ഹിമാലയ എന്ന് പറഞ്ഞ വേർഡ്. ഓക്കെ, ഹിമയുടെ മീനിങ് ആണ് സ്നോ ആൻഡ് ആലയ മീനിങ് അബോർഡ് ഓർ ഡ്വെല്ലിംഗ്, ദസ് അബോർഡ് ഓഫ് സ്നോ.
മീൻസ് ഹിമാൻ്റെ മീനിങ് ആണ് സ്നോ. ഹിമാലയയിൽ ഹിമ മീൻസ് സ്നോ ആൻഡ് ആലയ മീൻസ് അബോർഡ് ഓർ ഡ്വെല്ലിംഗ് മീൻസ് സ്നോയിൻ്റെ ആലയം. ഓക്കെ, വി നോ ദാറ്റ് ഹിമാലയ ഫുള്ളി സ്നോയിങ് കൊണ്ട് കവേർഡ് ആണ്. സോ ഹിമാലയ എന്ന് പേര് കൊടുത്താൽ എന്തുവാ, സ്നോയിൻ്റെ ഒരു ആലയം. സോ ഹിമാലയ. ഓക്കെ, ദാറ്റ് ഇസ് ഇറ്റ്. നൗ കമ്മിങ് ടു ഹിമാലയ. ഹിമാലയൻ്റെ റേഞ്ച് എത്രയാണെന്നറിയാം, എത്ര ലെങ്ത് ആണെന്നറിയാം. 2500 കിലോമീറ്റർ ആണ് ഹിമാലയൻ്റെ സൈസ്. ഓക്കെ, ഹിമാലയൻ മൗണ്ടെയ്ൻസിൻ്റെ ലെങ്ത് 2500 കിലോമീറ്റേഴ്സ് ആണ്. ആൻഡ് ദെൻ the Himalayas seem to touch the sky. In fact, many of its peaks are over 8,000 meters in height and are together called the 8,000ers. Okay. ഹിമാലയ നമ്മൾ ഇവിടുന്ന് ഈ പിക്ചറിൽ നോക്കിയാൽ നമുക്ക് നോക്കിയാൽ തോന്നും ദാറ്റ് ഈ ഹിമാലയൻ മൗണ്ടെയ്ൻസ് എന്തോ സ്കൈനെ ടച്ച് ചെയ്യുന്ന പോലാണ് നമുക്ക് നോക്കുമ്പോൾ തോന്നുന്നത്. ഇൻഫാക്ട് മെനി ഓഫ് ഇറ്റ്സ് പീക്സ് ആർ ഓവർ 8,000 meters. ആൻഡ് ഹിമാലയ മീൻസ് ഇങ്ങനെ കിടക്കുക, ഇങ്ങനെ ലോങ് ആയിട്ട് കിടക്കുക. ഓക്കെ, അതിൽ കുറേ മൗണ്ടെയ്ൻസ് ഉണ്ട് ആൻഡ് ഒത്തിരി മൗണ്ടെയ്ൻസ് അതിൽ 8,000 metersനേക്കാളും ഹൈറ്റ് ഉള്ള മൗണ്ടെയ്ൻസാണ്. ഓക്കെ, സോ ഈ 8,000 metersനേക്കാളും ഹൈറ്റ് ഉള്ള മൗണ്ടെയ്ൻസിനെ കൂട്ടി യോജിച്ചൊരു പേര് കൊടുത്തു. അതിൻ്റെ പേരാണ് 8,000ers. ഓക്കെ, ഹിമാലയൻ മൗണ്ടെയ്ൻസിൽ 8,000നേക്കാളും കൂടുതൽ മീറ്റേഴ്സ് ഹൈറ്റ് ഉള്ള മൗണ്ടെയ്ൻസിനെ നമ്മൾ 8,000ers എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ ഹിമാലയൻ മൗണ്ടെയ്ൻസ് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഈ സ്ഥലങ്ങളിലും എന്തുവാ ഈ ഹിമാലയൻ മൗണ്ടെയ്ൻസ് ഉണ്ട്. ഇതിൻ്റെ ചില പാർട്സ് ഉണ്ട്. ഓക്കെ, നൗ ഇമ്പോർട്ടൻസ് ഓഫ് ഹിമാലയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബട്ട് ബിഫോർ ദാറ്റ് നമുക്ക് നോക്കാം ഈ ഹിമാലയൻ മൗണ്ടെയ്ൻസ് എങ്ങനെയായിരുന്നു ഫോം ആയത്. കുറേ നേരമായി ഹിമാലയൻ മൗണ്ടെയ്ൻസിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ട്. സോ ഹിമാലയൻ മൗണ്ടെയ്ൻസ് എങ്ങനെയാണ് ഫോം ആയെന്ന് നോക്കാം. ഓക്കെ, a long time ago, India was part of a much bigger landmass called Gondwana, where its neighbor was Africa. At some point, it broke away and slowly started moving north. So, which means that കുറേ കാലങ്ങൾ മുമ്പില്ലേ, ഞാൻ പറയാം. സോ കുറേ കാലങ്ങൾ മുമ്പ് ഒരു വലിയ ലാൻഡ് മാസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ കൺട്രി ഇന്ത്യ എവിടെ, ഏഷ്യൻ കോണ്ടിനെൻറ്റിലാണ്. ഓക്കെ, ഒരു കോണ്ടിനെൻ്റ് ഉണ്ട് ഏഷ്യ, അതിലാണ് നമ്മുടെ ഇന്ത്യയും നേപ്പാളും പാകിസ്ഥാനും ഇതൊക്കെ ഏഷ്യയിലാണ് വരുന്നത്. അങ്ങനെ തന്നെ കുറേ കാലം മുമ്പ് അറൗണ്ട് 71 million years ago എന്തായിരുന്നു, വലിയൊരു ലാൻഡ് മാസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരെന്തായിരുന്നു, ഗോണ്ട്വാന എന്നായിരുന്നു ഇതിൻ്റെ പേര്. ഗോണ്ട്വാന എന്ന് ആയിരുന്നു ഇതിൻ്റെ പേര്, ഗോണ്ട്വാന. ഓക്കെ, ഈ ഗോണ്ട്വാനയ്ക്കകത്ത് എന്തായിരുന്നു, ഇന്ത്യ ഉണ്ടായിരുന്നു. ആൻഡ് ഇന്ത്യയുടെ നെയ്ബർ ആരായിരുന്നു ആ സമയത്ത്, ആഫ്രിക്ക. ബിക്കോസ് ഈ ലാൻഡ് മാസിലായിരുന്നു ആഫ്രിക്ക ആൻഡ് ഇന്ത്യ. ഓക്കെ, ആഫ്രിക്ക, ഇന്ത്യ, നൈജീരിയ ഇവരൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ ഇപ്പം നെയ്ബേഴ്സ് അല്ലേ, അങ്ങനെയായിരുന്നു ആ സമയത്ത് ഇന്ത്യ ആൻഡ് ആഫ്രിക്ക. എന്നിട്ട് പയ്യെ എന്ത് പറ്റി, ഇന്ത്യ ഈ ലാൻഡ് മാസ് വിട്ട് മേളിലോട്ട് പോകാൻ തുടങ്ങി. ഓക്കെ, മേളിലോട്ട് പയ്യെ മൂവ് ആകാൻ തുടങ്ങി, നോർത്തിലോട്ട്. ആഫ്രിക്കയൊക്കെ സൗത്തിലായിരുന്നു. ആൻഡ് ദെൻ നമ്മളെന്താ മേളിലോട്ട് ഏഷ്യയിലോട്ട് മൂവ് ആകാൻ തുടങ്ങി. ലൈക്ക് ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ദാറ്റ് ഇന്ത്യ ഈ വലിയ ലാൻഡ് മാസ് വിട്ടിട്ട് മേളിലോട്ട് പോകാൻ തുടങ്ങി, റൈറ്റ്. ആൻഡ് ദെൻ ഇവിടെ യൂറേഷ്യൻ പ്ലേറ്റിൽ വന്നു. സോ അതാണ് കൊടുത്തേക്കുന്നത് ദാറ്റ് അറ്റ് സം പോയിന്റ് ഇറ്റ് ബ്രോക്ക് and slowly started moving north സൈഡിലോട്ട് ഇന്ത്യ പയ്യെ മൂവ് ആകാൻ തുടങ്ങി. About 50 million years ago, it reached the landmass of Eurasia and collided with it. And then 50 million years ago എന്ത് പറ്റി, രണ്ട് പ്ലേറ്റ്സ് യുറേഷ്യ എന്ന് പറഞ്ഞൊരു ലാൻഡ് മാസ് ഉണ്ടായിരുന്നു, അതിലോട്ട് പോയി ഇടിച്ചു. ആര്, ഇന്ത്യ. സോ ഇതെന്തായി, യുറേഷ്യൻ പ്ലേറ്റ് ആയി. ഇതെന്തുവായി, ഇന്ത്യൻ പ്ലേറ്റ് ആയി. ഇത് രണ്ടുപേരും എന്താ അങ്ങ് കൂടിപ്പോയി ഇടിച്ചു. ഓക്കെ, സോ ഇപ്പോൾ ഇന്ത്യയും യുറേഷ്യയും എന്താ ഇടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കലത്തെ ലാൻഡില്ലേ, ഇതിൻ്റെ ഇടയ്ക്ക് ഈ രണ്ട് പേരുടെ ഇടയ്ക്ക് ലാൻഡ് ഉണ്ട്. അത് രണ്ടും ഇങ്ങനെ അങ്ങ് മേളിലോട്ടായി. ഓക്കെ, മേളിലോട്ടായി. എന്നിട്ട് ഇതെന്തായി, ഹിമാലയ ആയി മാറി. ഇതാണ് ഹിമാലയ. ഇങ്ങനെയാണ് ഹിമാലയ ഫോം ആയത്. ഓക്കെ, യുറേഷ്യൻ പ്ലേറ്റും ഇന്ത്യയും രണ്ടുപേരും ഇടിച്ചിടിച്ച് അതിൻ്റെ രണ്ടുപേരുടെ ഇടയ്ക്കുള്ള ലാൻഡില്ലേ മേളിലോട്ട് അങ്ങ് ആയി. ഈ ഫോമിൽ ഒരു മൗണ്ടെയിൻ്റെ ഫോമിൽ മേളിലോട്ടായി. ആൻഡ് ദെൻ ഇതെന്തായി, ഹിമാലയ ആയി മാറി. ആൻഡ് ദെൻ ദിസ് ഫോം ദി ഹിമാലയൻ മൗണ്ടെയിൻ. ഇങ്ങനെയായിരുന്നു ഹിമാലയ ഫോം ആയത്. മനസ്സിലായോ? ഇതാണ് യുറേഷ്യ, ഇതാണ് ഇന്ത്യ. രണ്ടുപേരും ഇടിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങോട്ടും അങ്ങോട്ടും ഇടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കലത്തെ ഒരു ലാൻഡിൻ്റെ പാർട്ട് എന്താ ഇങ്ങനെ അങ്ങ് മേളിലോട്ടായി. സോ അങ്ങനെ എന്തായി, ഹിമാലയ ഫോം ആയി. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ദെൻ India is still pushing into Asia today very slowly, about 5 centimeters each year. So ഇപ്പോഴും ഇന്ത്യ എന്തോ മേളിലോട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഇയറും 5 centimeters മേളിലോട്ട് ഇന്ത്യ മൂവ് ആകും. ഓക്കെ, സോ ദാറ്റ് വാസ് ഇറ്റ്. അങ്ങനെയായിരുന്നു ഇന്ത്യ ഫോം ആയത്. നൗ ലെറ്റ് us go back. So now importance of Himalaya. അപ്പോൾ ഈ ഇമ്പോർട്ടൻസ് എന്തുവാ ഹിമാലയൻ്റെ എന്ന് നമുക്ക് നോക്കാം. വൺ ഓഫ് ദി ഇമ്പോർട്ടൻസ് നമ്മൾ ഓൾറെഡി കണ്ടു ദാറ്റ് ഹിമാലയ എന്തുവാ നാച്ചുറൽ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതർ ദെൻ ദാറ്റ് ഇൻ ദി സമ്മേഴ്സ്, ഓക്കെ,
In the summers, the snow on the mountains melts and feeds major rivers such as Ganga, Indus, and Brahmaputra. These rivers and their tributaries provide water for drinking, farming, and industrial use, connecting with the lives of hundreds of millions of people. Hence, the Himalayas is sometimes called the water tower of Asia. So, ചൂട് കാലത്ത് ഹിമാലയ ഫുള്ളി സ്നോയും കൊണ്ട് മഞ്ഞും കൊണ്ട് കവേർഡ് ആവും, ഓക്കെ, തണുപ്പത്ത്. ബട്ട് ദെൻ ചൂട് കാലത്ത് ഈ ഗ്ലേഷ്യേഴ്സും ഈ സ്നോയും ഒക്കെ മെൽറ്റ് ആകും. ഓക്കെ, ഈ മഞ്ഞ് മെൽറ്റ് ആയിട്ട് ആ മഞ്ഞിൻ്റെ വെള്ളം എങ്ങോട്ടാണ് പോകുന്നത്? ഗംഗാ റിവർ, ഇൻഡസ് റിവർ, ബ്രഹ്മപുത്ര റിവർ, മേജർ നമ്മുടെ ഫേമസ് മേജർ റിവേഴ്സിലോട്ട്, ഇമ്പോർട്ടൻറ്റ് റിവേഴ്സിലോട്ട് ഇവിടെ നിന്നാണ് വെള്ളം പോകുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഈ റിവേഴ്സ് കുറേ ആൾക്കാർക്ക് വേണ്ടി ഒരു ഹെൽപ്പായി മാറും. ഓക്കെ, കുറേ സിറ്റീസും കുറേ വില്ലേജസും ഇവിടുന്ന് തന്നെയാണ് വെള്ളം എടുക്കുന്നത്. ഗംഗാ റിവർ, ഇൻഡസ് റിവർ, ബ്രഹ്മപുത്ര റിവറിൽ നിന്നൊക്കെയാണ് വെള്ളം എടുക്കുന്നത്. ഫോർ ഡ്രിങ്കിങ്, ഫാമിംഗ്, ഇൻഡസ്ട്രിയൽ യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഇവിടുന്ന് തന്നെയാണ് വെള്ളം എടുക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ മില്യൺസ് ഓഫ് പീപ്പിൾ എങ്ങനെ ഈ ഹിമാലയൻ മൗണ്ടെയ്ൻസിൽ നിന്നാണ് വെള്ളത്തിൻ്റെ സപ്ലൈ അവർക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഈ മില്യൺസ് ഓഫ് പീപ്പിൾ ഇവിടുന്ന് ആ വെള്ളം എടുക്കുന്ന, അവർക്ക് അവിടുന്ന് ആ വെള്ളത്തിൻ്റെ സപ്ലൈ കിട്ടുന്നത്. ദാറ്റ്സ് വൈ ഹിമാലയാസിനെ നമ്മളെന്തോ വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നും പറയാറുണ്ട്. ഏഷ്യ എന്നും ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യയിൽ തന്നെയല്ല ഹിമാലയ, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഇവിടെയൊക്കെ ഹിമാലയൻ മൗണ്ടെയ്ൻസ് ഉണ്ട്. സോ അവർക്കൊക്കെ ഇവിടെ നിന്നൊക്കെയാണ് വെള്ളം സപ്ലൈ കിട്ടുന്നത്. ദാറ്റ്സ് വൈ ഏഷ്യൻ്റെ ഒരു വാട്ടർ ടവറിൻ്റെ പോലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ഹിമാലയാസിനെ നമ്മൾ വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നും പറയാറുണ്ട്. ഓക്കെ, ഓൾസോ ഹിമാലയാസ് ഒത്തിരി സാക്രഡ് ആയിട്ടാണ് കാണുന്നത്. സാക്രഡ് മീൻസ് ഒത്തിരി ഒരു ഹോളി പ്ലേസ് ആയിട്ടാണ് ആൾക്കാർ ഹിമാലയൻ മൗണ്ടെയ്ൻസിനെ കാണുന്നത്. ദാറ്റ്സ് വൈ അവിടെ കുറേ ടെമ്പിൾസും മൊനാസ്ട്രീസും ഒക്കെ ഉണ്ട്. അവിടെ കുറേ മോങ്സ് പോകാറുണ്ട്. ഓക്കെ, ആൻഡ് സ്പിരിച്വൽ സീക്കേഴ്സ് ലൈക്ക് കുറേ സ്പിരിച്വൽ സീക്കേഴ്സ് അവിടെ എന്തുവാ അവിടുത്തെ ടെമ്പിൾസിലൊക്കെ പോകാറുണ്ട്. ഓക്കെ, ഓൾസോ ദ ഭാഗീരഥി റിവർ ആൻഡ് മേജർ ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ ഒറിജിനേറ്റ്സ് ഫ്രം ഗോമുഖ്, കൗസ് മൗത്ത് ഇൻ ഉത്തരാഖണ്ഡ്. ഓക്കെ, സോ ഭാഗീരഥി റിവേഴ്സ് മീൻസ് ഗംഗാ റിവറിൽ നിന്ന് വേറൊരു റിവർ ഫ്ലോ ആകാറുണ്ട്. അതിൻ്റെ പേരാണ് ഭാഗീരഥി. ഓൾസോ അതർ ദൻ ദിസ് ഹിമാലയാസിനെ ഒത്തിരി ഒരു സാക്രഡ് ഹോളി പ്ലേസ് ആയിട്ടാണ്, പവിത്ര പ്ലേസ് ആയിട്ടാണ് കാണുന്നത് ആൾക്കാർ. സോ അവിടെ കുറേ ടെമ്പിൾസും മൊനാസ്ട്രീസും ഉണ്ട്. ആൻഡ് ഓൾസോ അവിടെ കുറേ സ്പിരിച്വൽ സീക്കേഴ്സും ആ ടെമ്പിൾസിൽ പോകാറുണ്ട്. ആൻഡ് ഓൾസോ മെഡിറ്റേറ്റ് ചെയ്യാനും കുറേ ആൾക്കാർ പോകാറുണ്ട്. അറൗണ്ട് ദ വേൾഡിൽ നിന്ന് കുറേ ആൾക്കാർ ഹിമാലയൻ മൗണ്ടെയ്ൻസ് ടൂറിനും പോകാറുണ്ട്, ടു മെഡിറ്റേറ്റ്, പിന്നെ സ്പിരിച്വൽ ഹെൽപ്പിന് അതിനൊക്കെ വരാറുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ the Bhagirathi river, a major tributary of Ganga, originates from Gomukh, Cow's Mouth in Uttarakhand. Okay, it is the edge of the Gangotri glacier. ഹിമാലയൻ മൗണ്ടെയിനിൽ ഒരു ഏറ്റവും വലിയ ഗ്ലേഷ്യർ ഉണ്ട്. അതിൻ്റെ പേരാണ് ഗംഗോത്രി ഗ്ലേഷ്യർ. ഓക്കെ, അവിടെ നിന്നാണ് ഒരു റിവർ, ഭാഗീരഥി റിവർ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, ഇൻ ഉത്തരാഖണ്ഡ്. സോ യാ, നൗ the Himalayas are broadly categorized into three main ranges. Means Himalayas മൂന്ന് കാറ്റഗറിയിൽ നമ്മളതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻറ്റു ത്രീ മെയിൻ റേഞ്ചസ്. ഓക്കെ, ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? റേഞ്ചസ്, ഹൈറ്റിൻ്റെ അക്കോർഡിംഗ് ആയിട്ട് മൂന്ന് കാറ്റഗറിയിൽ ഹിമാലയാസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഇസ് ദി ഹിമാദ്രി, ദ ഗ്രേറ്റർ ഹിമാലയാസ്. ഓക്കെ, ഹിമാദ്രി മീൻസ് ഏറ്റവും ഹൈറ്റ്, ഏറ്റവും പീക്ക്, ഏറ്റവും മേളിലത്തെ പാർട്ടിലെ ഹിമാലയാസിൻ്റെ അതിനാണ് നമ്മൾ ഹിമാദ്രി എന്ന് പറയുന്നത്. ഓക്കെ, ദി ഹിമാദ്രി എന്ന് പറയുന്നത് ഗ്രേറ്റർ ഹിമാലയാസ് ആർ ദി ഹയസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് റഗഡ് പാർട്ട് ഓഫ് ദ റേഞ്ച്, home to the towering peaks like Mount Everest and Kanchenjunga. This region remains snow covered throughout the year. Life here is tough and there are not many human settlements. Okay, which means that ഏറ്റവും ഹൈറ്റിൽ ഹിമാലയൻ്റെ ഏറ്റവും ഹയസ്റ്റ് പാർട്ട് അതിനാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. ഗ്രേറ്റർ ഹിമാലയാസ് എന്നും പറയാം. ഇത് ഏറ്റവും റഗഡ് പാർട്ടാണ്, മീൻസ് ഏറ്റവും ഡേഞ്ചറസ് പാർട്ടാണ് ഹിമാലയാസിൻ്റെ. ഏറ്റവും ഡിഫിക്കൽട്ട്, റഗഡ് മീൻസ് ഡിഫിക്കൽട്ട് പാർട്ടാണ് ഹിമാലയാസിൻ്റെ. ഹോം ടു ദി ടവറിംഗ് പീക്സ് ലൈക്ക് മൗണ്ട് എവറസ്റ്റ് ആൻഡ് കഞ്ചൻജോങ്ക ഒക്കെ എന്തുവാ ഇതിൻ്റെ തന്നെ പാർട്ടാണ്. ഓക്കെ, ദിസ് റീജിയൻ റിമെയിൻസ് സ്നോ കവേർഡ് ത്രൂ ഔട്ട് ദി ഇയർ. ഈ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ഫുൾ സമ്മർ ആയാലും വിൻ്റർ ആയാലും ഇതിലെപ്പോഴും സ്നോയും കൊണ്ട് കവേർഡ് ആണ് ഈ പാർട്ട്, ഏറ്റവും മേലത്തെ പാർട്ട്. ലൈഫ് ഹിയർ ഇസ് ടഫ്, അവിടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻഡ് ദർ ആർ നോട്ട് മെനി ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ്, ആൻഡ് ഒത്തിരി പേര് അവിടെ ജീവിക്കുന്നുമില്ല. ഓക്കെ, ദി ഹിമാചൽ, ഹിമാചൽ മീൻസ് ലോവർ ഹിമാലയാസ്. ലോവർ ഹിമാലയാസ് മീൻസ് കുറച്ച് താഴെ. ഓക്കെ, അത്രയും ഒരു സ്നോ ഇല്ല അവിടെ. ലൈ സൗത്ത് ഓഫ് ദി ഗ്രേറ്റർ ഹിമാലയാസ് ആൻഡ് ഹാവ് എ more moderate climate allowing rich biodiversity and human habitation. So നമുക്കറിയാം ഹിമാചലിൽ കുറേ ആൾക്കാർ ജീവിക്കാറുണ്ട്. സോ അവിടുത്തെ ക്ലൈമറ്റ് എന്തോ കുറച്ചുകൂടെ മോഡറേറ്റ് ക്ലൈമറ്റ് ആണ്. ആൻഡ് അവിടെ ഹ്യൂമൻ ഹാബിറ്റേഷനും ഉണ്ട്, ഹ്യൂമൻസ് അവിടെ കുറേ പേര് ജീവിക്കുന്നുണ്ട്. അലൗവിങ് റിച്ച് ബയോഡൈവേഴ്സിറ്റി, കുറേ ബയോഡൈവേഴ്സിറ്റി ഉണ്ട്. പോപ്പുലർ ഹിൽ സ്റ്റേഷൻസ് സച്ച് as നൈനിതാൽ, ഉത്തരാഖണ്ഡ്, ഡാർജിലിംഗ്, വെസ്റ്റ് ബംഗാൾ, ഷിംല, ഹിമാചൽ പ്രദേശ് and മസൂരി, ഉത്തരാഖണ്ഡ് are located in this region. Okay, many hill station, popular hill station ജैसे like ഡാർജിലിംഗ് ആയി, ഷിംല ആയി, നൈനിതാൽ ആയി, ഇവിടെയൊക്കെ ആൾക്കാർക്ക് കറങ്ങാൻ പോകാറുണ്ട്. നമ്മളൊക്കെ കേട്ടിട്ടില്ലേ. സോ അതൊക്കെ ഇവിടെ ഈ ഹിമാചൽ മീൻസ് ലോവർ ഹിമാലയാസിൽ തന്നെയാണ്. ഓക്കെ, ഇത് ഓർത്ത് വെക്കണം. ദി ശിവാലിക് ഹിൽസ്, ദി ഔട്ടർ ഹിമാലയാസ്. ഓക്കെ, form the outermost and lowest range consisting of rolling hills and dense forest. These foothills are rich in wildlife, serving as a transition zone between the Himalayas and the Gangetic Plains, also known as the Northern Plains.
Okay, so Shivalik means ഏറ്റവും താഴത്തെ കീഴ്ഭാഗം. Okay, ഹിമാലയാസിന്റെ ഫോം ദ ഔട്ടർ മോസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് റേഞ്ച് കൺസിസ്റ്റിംഗ് ഓഫ് റോളിംഗ് ഹിൽസ് ആൻഡ് ഡെൻസ് ഫോറസ്റ്റ്. ഇവിടെ എന്തോ നിങ്ങൾക്ക് മൗണ്ടൻസ് കാണാൻ പറ്റത്തില്ല, ഇവിടെ ഹിൽസ് ആയിരിക്കും നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഹിൽസ് ആയിരിക്കും നിങ്ങൾ കാണുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ ഡെൻസ് ഫോറസ്റ്റ് ഉണ്ട്, ഒത്തിരി ആഴമുള്ള ജംഗൽ ആൻഡ് ഫോറസ്റ്റ് ഉണ്ട് ഇവിടെ. ദീസ് ഫുഡ് ഹിൽസ് ആർ റിച്ച് ഇൻ വൈൽഡ് ലൈഫ്. ഇവിടെ വൈൽഡ് ലൈഫ് കുറേ തരത്തിലുണ്ട്. മീൻസ് ഏറ്റവും മേളിലത്തെ ഭാഗമില്ല ഹിമാലയാസിൻ്റെ, അവിടെയൊക്കെ നിങ്ങൾക്ക് എന്താ സ്നോ ലെപ്പേർഡ്സ് അതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആനിമൽസ് ആയിട്ട് കാണാൻ പറ്റുന്നത്. ബിക്കോസ് അവർക്ക് ആ തണുപ്പ് സഹിക്കാം. ബട്ട് നമ്മുടെ ഈ നോർമൽ ടൈഗേഴ്സ്, ലയൺസ് അവർക്കൊക്കെ ഇത്രയും തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ല. സോ അവരെന്താ ഷിവാലിക് ഹിൽസിലെ ഏറ്റവും കീഴ്ഭാഗം, അവിടെ നിങ്ങൾക്ക് ഈ വൈൽഡ് ലൈഫ് മീൻസ് ഇങ്ങനത്തെ നോർമൽ ആനിമൽസിനെ നിങ്ങൾക്ക് കാണാം. Serving as a transition zone between the Himalayas and the Gangetic Plains, also called the northern. Okay, this means that ഇതൊരു ട്രാൻസിഷൻ സോണാണ്. ഇത് നമ്മൾ മൗണ്ടനിൽ നിന്ന് ഇറങ്ങുമ്പം, നിരപ്പുള്ള സ്ഥലത്ത് ഇറങ്ങുമ്പോൾ അതൊരു ട്രാൻസിഷൻ അല്ലേ. അങ്ങനെ തന്നെ ഷിവാലിക് ഹിൽസ് എന്താ ഒരു ട്രാൻസിഷൻ സോൺസാണ്. ഹിമാലയെന്നും നോർത്തേൺ പ്ലെയിൻസ് മീൻസ് നോർത്തിൽ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്തിലും, നോർത്തേൺ പ്ലെയിൻ മീൻസ് ഇതെന്തോ ഷിവാലിക് ഹിൽസ് ആണ്, ഇത് നമ്മുടെ പ്ലെയിൻ സ്ഥലമാണ്. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു ട്രാൻസിഷൻ അല്ലേ, മൗണ്ടനിൽ നിന്ന് താഴോട്ട് ഇറങ്ങി, അതിനാണ് ട്രാൻസിഷൻ സോൺ ബിറ്റ്വീൻ ഹിമാലയാസ് ആൻഡ് ദ ഗംഗാറ്റിക് പ്ലെയിൻസ്, ഓൾസോ നോൺ ആസ് നോർത്തേൺ പ്ലെയിൻസ്. ഓക്കെ, സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രം ദി എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ഹിമാദ്രി മീൻസ് ഏറ്റവും മേളിൽ, ഹിമാചൽ മീൻസ് ഇടയ്ക്ക്, ആൻഡ് ഷിവാലിക് മീൻസ് ഏറ്റവും താഴെ. ഏറ്റവും താഴെയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ആ മൗണ്ടൻ ക്രോസ് ചെയ്ത് നമുക്ക് സിറ്റിയിലോട്ടൊക്കെ പോകാം. സോ ദാറ്റ്സ് വൈ അതൊരു ട്രാൻസിഷൻ പാർട്ടാണ് ഷിവാലിക്. ഹിമാദ്രി മീൻസ് ഏറ്റവും മേളിൽ, അവിടെ ഒരു വെജിറ്റേഷൻസ് ഒന്നും ഇല്ല, സ്നോ കവേർഡ് ആണ് ത്രൂ ഔട്ട്. സമ്മർ ആയാലും വിൻ്റർ ആയാലും എപ്പോഴും സ്നോ ആണ് അവിടെ. ആൻഡ് ലൈഫ് അവിടെ ഒത്തിരി കുറവ് സെറ്റിൽമെൻറ്റ്സേ അവിടെ ഉള്ളൂ. ഹിമാചൽ മീൻസ് കുറച്ചുകൂടെ മിഡിൽ ഭാഗം, അവിടെ നമ്മുടെ നൈനിതാൽ, ഡാർജിലിംഗ്, ഷിംല, മസൂരി അതൊക്കെ അവിടെ ആണ്. ഓക്കെ, ആൻഡ് കുറച്ചുകൂടെ ബയോഡൈവേഴ്സിറ്റി നമുക്ക് അവിടെ കാണാം, ഹ്യൂമൻ ഹാബിറ്റേഷനും നമുക്ക് അവിടെ ഉണ്ട്. ഓക്കെ, ആൻഡ് ഷിവാലിക് ഏറ്റവും കീഴ്ഭാഗം, കുറേ നമുക്ക് ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, കുറേ വൈൽഡ് ലൈഫ് ഉണ്ട്. ഓക്കെ, ട്രാൻസിഷൻ സോണാണ് ബിറ്റ്വീൻ ഹിമാലയാസ് ആൻഡ് നോർത്തേൺ പ്ലെയിൻസ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, now let us see about traditions. Okay, ഹിമാലയാസിൻ്റെ ട്രഡീഷൻസ് ഒക്കെ നമുക്ക്, അവിടുത്തെ കൾച്ചർ എങ്ങനെ, കൺസർവേഷൻ എങ്ങനെ, അതൊക്കെ. The traditional house construction method in the western Himalayan region is known as Kaat Kunni or Dhaji Devari style of houses. A combination of locally available stone and wood is used, which not only keeps, okay, so western Himalayan region construction means വീടുകളൊക്കെ എന്തുകൊണ്ട് ഉണ്ടാക്കുന്ന ലോക്കലി അവൈലബിൾ, അവിടെ ലോക്കലായിട്ട് കിട്ടുന്ന സ്റ്റോണും വുഡും കൊണ്ടാണ് വീടുകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു സ്റ്റൈലിൽ ബിൽഡാകുന്ന വീടുകൾക്ക് നമ്മൾ എന്തുവാ പറയുന്നത്, കാത് കുനി ഓർ ധജി ദേവാരി സ്റ്റൈൽ ഓഫ് ഹൗസസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സ്റ്റോണും കൊണ്ടും വുഡും കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന വീടുകൾക്ക് അവിടെ എന്തുവാ പറയുന്നത്, കാത് കുനി ഓർ ധജി ദേവാരി സ്റ്റൈൽ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ സ്റ്റോണും കൊണ്ടും വുഡും കൊണ്ടും ഒക്കെ വീടുണ്ടാക്കിയാൽ ഗുണവിധ ദറ്റ് ഇത് വീടിനെ ഒത്തിരി ചൂട് മീൻസ് തണുപ്പ് അവിടെ എപ്പോഴും, സോ ഇത് വീടിനെ എപ്പോഴും എന്തുവാ ചൂടുമാക്കി വെക്കും, ബോം ആക്കി വെക്കും. ആൻഡ് ഓൾസോ റെസിസ്റ്റ് ഡാമേജ് ഇൻ ദി ഈവൻ ഓഫ് മൈൽഡ് എർത്ത് ക്വേക്സ്. ഓക്കെ, അവിടെ ചെറിയ ഭൂകമ്പങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്, മീൻസ് മോസ്റ്റ്ലി അവിടെ ഉണ്ടാകാറുണ്ട്. സോ ദാറ്റ്സ് വൈ ആ സമയത്തൊക്കെ വീടുകളെ സേഫ് ആക്കി വെക്കുന്നത്, ഡാമേജിൽ നിന്നൊക്കെ സേഫ് ആക്കി വെക്കുന്നത് ഈ ഒരു സ്റ്റൈലിലെ വീടാണ്. ഓക്കെ, ധജി ദേവാരി ഓർ കാത് കുനി സ്റ്റൈൽ ഓഫ് വീടുകളാണ് അവരെ സേഫ് ആക്കി പ്രൊട്ടക്റ്റഡ് ആക്കി വെക്കുന്നത്. The Great Himalayan National Park in Himachal Pradesh has a wide diversity of flora and fauna. The park has been declared as a World Heritage Site by UNESCO. Okay, so Great Himalayan National Park എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട് ഹിമാചൽ പ്രദേശിൽ. അവിടെ കുറേ ഡൈവേഴ്സിറ്റിയിലെ ഫ്ലോറ ആൻഡ് ഫോണ മീൻസ് ആനിമൽസ്, ബേർഡ്സും ഉണ്ട്, പിന്നെ ട്രീസ് ആൻഡ് പ്ലാന്റ്സ് അതൊക്കെ അവിടെ ഉണ്ട്. സൂയിൽ പോകത്തില്ല അങ്ങനെ തന്നെ, പക്ഷേ കുറച്ചുകൂടെ ഡൈവേഴ്സിറ്റി ഉണ്ട്. ഓക്കെ, സോ അത്രയും ഡൈവേഴ്സിറ്റി ഉണ്ട്, ഇത്രയും വലിയതായത് ദാറ്റ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആക്കി മാറ്റി യുനെസ്കോ അതിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തു. ദ ബയോഡൈവേഴ്സിറ്റി ഓഫ് ദ പാർക്ക് is being preserved by the government as well as the village communities that live inside the park. Okay, governmentum village communitiesum ആ പാർക്കിൻ്റെ അകത്ത് ജീവിക്കുന്ന വില്ലേജ് കമ്മ്യൂണിറ്റീസും അതിനെ സേഫ് ആക്കി വെച്ചേക്കുക. ഓക്കെ, now the next topic, the cold desert of India. Okay, so the cold desert of India. Desert എന്ന് പറയുമ്പോൾ വി ഇമാജിൻ നമ്മൾ ഓർക്കുന്ന ഹോട്ട് ഡെസേർട്ട്സ് മീൻസ് രാജസ്ഥാനിലുള്ള ചൂടുള്ള ഡെസേർട്ടിനെ കുറിച്ചാണ് ഓർക്കുന്നത്. ബട്ട് ദെൻ കോൾഡ് ഡെസേർട്ട്സും ഉണ്ട് ഇന്ത്യയിൽ, വിച്ച് ഇസ് ലഡാക്ക്. ലഡാക്ക് എന്തുവാ ഇന്ത്യയിലെ കോൾഡ് ഡെസേർട്ടാണ്. ഓക്കെ, സോ ലഡാക്ക് ഇസ് എ കോൾഡ് ഡെസേർട്ട് വെയർ വിന്റർ ടെമ്പറേച്ചേഴ്സ് ഡ്രോപ്പ് ബിലോ -30°C. ഓക്കെ, നോർമലി കാനഡയിലൊക്കെ -30°C ഉള്ളൂ. ബട്ട് ഇൻ കോൾഡ് ഡെസേർട്ട് ഓഫ് ഇന്ത്യയിലെ കോൾഡ് ഡെസേർട്ട് ലഡാക്കിൽ എന്തുവാ വിൻ്ററിൽ ടെമ്പറേച്ചേഴ്സ് -30°C താഴോട്ട് പോകും. ഓക്കെ, അത്രയും തണുപ്പാണ് അവിടെ. ആൻഡ് ലഡാക്കിനെ നമ്മൾ എന്തോ മൂൺ ലാൻഡ് എന്നും പറയാറുണ്ട്, ബിക്കോസ് അവിടുത്തെ ടെറെയിൻ മീൻസ് അവിടുത്തെ ആ പ്ലെയിൻ സ്ഥലമില്ലേ, നമുക്ക് നടക്കാൻ പറ്റുന്ന പ്ലെയിൻ സ്ഥലം, അവിടെ ആ ഒരു സ്ഥലം കണ്ടാൽ നിങ്ങൾക്ക് മൂണിനെ പോലെ ആയിരിക്കും അത് കാണാൻ. ഓക്കെ, മൂണിൻ്റെ പിക്ചർ നോക്കിയിട്ട് പോയാൽ ഇവിടെ യു ക്യാൻ സീ
ഇവിടെ യു ക്യാൻ സീ ഇത് മൂണിൻ്റെ സർഫേസും ഏകദേശം ഇതുപോലെ. ദാറ്റ്സ് വൈ ദ ടെറെയിൻ ഹിയർ റിസെമ്പിൾസ് മൂൺ, ഹിൻസ് ഇറ്റ് ഈസ് കോൾഡ് മൂൺ ലാൻഡ്. സോ ലഡാക്കിനെ മൂൺ ലാൻഡ് എന്നും പറയും, ബിക്കോസ് മൂണും ഇവിടുത്തെ ടെറെയിനും രണ്ടും ഏകദേശം ഒരേപോലെ കാണാൻ. ഓക്കെ, സോ ലഡാക്ക് ഒരു ഇങ്ങനത്തെ സ്ഥലമാണ്. ദാറ്റ് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ്, ഇവിടുത്തെ ലാൻഡ് എങ്ങനെയാണെന്ന് പറയുമോ, ഒത്തിരി മണ്ണും കല്ലും ഒക്കെ ഉള്ളൊരു ലാൻഡ്സ്കേപ്പാണ്. ഓക്കെ, ആൻഡ് ഓൾസോ ഇവിടെ ഡീപ്പ് വാലീസ് ഉണ്ട്, ആൻഡ് ഓൾസോ ലേക്സ് ഉണ്ട്. ലേക്സ് ലൈക്ക് പാൻഗോങ്, സോ അതൊരു സോൾട്ടി വാട്ടർ ഉള്ള ലേക്കാണ്, അതും ഇവിടെ ലഡാക്കിൽ തന്നെയാണ്. ആൻഡ് ഓൾസോ ഇവിടുത്തെ കല്ലുകൾ സീ ദർ ഇസ് വെരി ലിറ്റിൽ റെയിൻഫോൾ, ഒത്തിരി കുറവാണ് ഇവിടെ മഴ പെയ്യുന്നത്. ദ ലാൻഡ്സ്കേപ്പ് ഈസ് റഗ്ഡ്, ഒത്തിരി ഡിഫിക്കൽട്ടാണ്, റോഡൊക്കെ ഭയങ്കര മോശമാണ്. വിത്ത് റോക്കി ടെറെയിൻ. റോക്കി ടെറെയിൻ മീൻസ് കല്ലുകളാണ്. ഓക്കെ, എവിടെ ചവിട്ടിയാലും കല്ലുകളാണ്. ഡീപ്പ് വാലീസ് ആൻഡ് ലേക്സ് സച്ച് ആസ് പാൻഗോങ്, ആൻഡ് ഇവിടെ ലേക്സ് ഉണ്ട് സച്ച് ആസ് പാൻഗോങ് സോ. ഓക്കെ, പാൻഗോങ് സോ എന്ന് പറഞ്ഞൊരു ലേക്ക് ഉണ്ട് അവിടെ. ഓക്കെ, വിച്ച് ഈ ലേക്കിൽ ഫുള്ള് സോൾട്ടി വാട്ടറാണ്. ഓക്കെ, ആൻഡ് ഓൾസോ അവിടുത്തെ കല്ലുകൾ മണ്ണും കൊണ്ടല്ല, മണ്ണോ ലൈക്ക് ഇങ്ങനെ ഹാർഡായിട്ടല്ല അവിടുത്തെ കല്ലുകൾ. അവിടുത്തെ കല്ലുകൾ സാൻഡ്, മണ്ണും കൊണ്ടും ക്ലേയും കൊണ്ടുമാണ് ഫോം ആയിരിക്കുന്നത്. ഓക്കെ, സാൻഡ് പ്ലസ് ക്ലേ. ഓക്കെ, അവിടുത്തെ റോക്സ് എങ്ങനെ സാൻഡ് പ്ലസ് ക്ലേ കൊണ്ടാണ് ഫോം ആയിരിക്കുന്നത്. ദാറ്റ്സ് എ ഡിഫറൻസ്, ഡൈവേഴ്സിറ്റി ആണ് ഇവിടുത്തെ. And then despite the harsh conditions, Ladakh is home to unique wildlife like snow leopards, ibex and Tibetan antelope. The Ladakhi people lead a simple life. The region is known for its ancient monasteries and colorful festivals such as Losar and the Hemis festivals. Okay, ഇത്രയും തണുപ്പും ഹാർഷ് ക്ലൈമറ്റ് ആയിട്ടും അവിടെ എന്തുവാ ആനിമൽസ്, കുറേ ആനിമൽസിൻ്റെ വീടാത്. ചില ആനിമൽസ് ചില ആനിമൽസിന് തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ല, ബട്ട് ദെൻ ചില ആനിമൽസിന് തണുപ്പ് മാത്രം മതി. ലൈക്ക് സ്നോ ബിയർ ആയി, ആൻഡ് ഓൾസോ സ്നോ ലെപ്പേർഡ്സ്, ഐബെക്സ്, ടിബറ്റൻ ആൻറ്റിപ്പോൾസ്, ഇവർക്കൊക്കെ എന്തുവാ തണുപ്പ് മാത്രം മതി, അവർക്ക് ഇങ്ങനത്തെ ക്ലൈമറ്റ് ആണ് ഇഷ്ടം. സോ അവരെന്താ അവിടെയാണ് അവരുടെ ഹോം. ഓക്കെ, ആൻഡ് ഓൾസോ ഇവിടുത്തെ ആൾക്കാർ എന്താ ഒരു സിമ്പിൾ ലൈഫ് സ്റ്റൈലാണ് ജീവിക്കുന്നത്. ഓക്കെ, അവിടെ മൊനാസ്ട്രീസ് ഉണ്ട്, ആൻഡ് അവിടെ ഓൾസോ കളർഫുൾ ഫെസ്റ്റിവൽസ് സച്ച് എസ് ലോസർ ആൻഡ് ഹെമിസ് ഫെസ്റ്റിവൽസ് എന്ന് പറഞ്ഞ 2 ഫെസ്റ്റിവൽസ് അവിടെ എന്താ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നൗ our new topic is the Gangetic Plains. ഓക്കെ, ഇത് ഹിമാലയാസിൻ്റെ സൗത്ത് വേർഡ്സ് പോകുമ്പോൾ നിങ്ങൾക്ക് ഗാൻജറ്റിക് പ്ലെയിൻസ് കിട്ടും. സൗത്ത് വേർഡ്സ് മീൻസ് ഹിമാലയാസിൻ്റെ താഴോട്ട്, ബിലോ ഹിമാലയാസ് ഇസ് ദ ഗാൻജറ്റിക് പ്ലെയിൻസ്. നൗ വാട്ട് ഇസ് ഗാൻജറ്റിക് പ്ലെയിൻസ്? പ്ലെയിൻസ് എന്ന് വെച്ചാൽ ഒരു പ്ലെയിൻ ലാൻഡിന്, പ്ലെയിൻ ഏരിയ, ഫുൾ ഒരു പ്ലെയിൻ ഏരിയ, നിങ്ങൾ താമസിക്കുന്ന സിറ്റി അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ടൗൺ, അതൊക്കെ എന്തോ ഒരു പ്ലെയിൻ ഏരിയ ആണ്, റൈറ്റ്? സോ അതിനാണ് നമ്മൾ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗാൻജറ്റിക് പ്ലെയിൻസ് എന്ന് വെച്ചാൽ ഗംഗാ റിവറിൻ്റെ ഡെപ്പോസിറ്റ്സ് ഉണ്ടാക്കിയ ഒരു പ്ലെയിൻ ലാൻഡിനാണ് നമ്മൾ എന്തോ പറയുന്നത്, ഗാൻജറ്റിക് പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ ഗാൻജറ്റിക് പ്ലെയിൻസ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യക്ക് വേണ്ടി, അതുകൊണ്ട് ഇതിനെ ഇന്ത്യയുടെ ലൈഫ് ലൈൻ എന്നും പറയും. ഓക്കെ, ആൻഡ് ഈ ഗാൻജറ്റിക് റിവേഴ്സിൻ്റെ സോയിലില്ലേ, മണ്ണ്, അവിടുത്തെ മണ്ണ് ഒത്തിരി ഫെർട്ടൈലാണ്. ലൈക്ക് അവിടെ നിങ്ങൾക്ക് വീറ്റ്, റൈസ്, ഷുഗർ കെയിൻ ഇതൊക്കെ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാനൊരു വെരി പെർഫെക്റ്റ് ആയിട്ടുള്ള മണ്ണാണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, അവിടുത്തെ ലാൻഡ് ഒത്തിരി ഫെർട്ടൈലാണ്. സോ ഗാൻജറ്റിക് പ്ലെയിൻസ് ഇസ് ആക്ച്വലി റിയലി ഗുഡ്. നൗ these plains are nourished by mighty rivers originating from the Himalayas, providing a vital lifeline. Water, the Ganga, Indus and Brahmaputra river system, along with their extensive network of tributaries, enrich the soil with minerals, making the region highly fertile and ideal for agriculture. Okay, സോ ഈ ഗാൻജറ്റിക് പ്ലെയിൻസ് നോർത്തേൺ പാർട്ടിലാണ്. ഓക്കെ, ലൈക്ക് ഹിമാലയാസിൻ്റെ ബിലോ അല്ലേ, താഴെ അല്ലേ ഗാൻജറ്റിക് പ്ലെയിൻസ്. സോ ഹിമാലയാസ് നോർത്തിലാണെങ്കിൽ ഗാൻജറ്റിക് പ്ലെയിൻസും നോർത്തിൽ തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ ഈ ഗാൻജറ്റിക് പ്ലെയിൻസിന് അവരുടെ വെള്ളവും പിന്നെ നറിഷ്മെൻറ്റും അതൊക്കെ റിവർ ഗംഗ ആൻഡ് ബ്രഹ്മപുത്രയിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, ദ ഗംഗ, ഇൻഡസ് ആൻഡ് ബ്രഹ്മപുത്ര റിവർ സിസ്റ്റംസ്, ഇതിൽ നിന്നാണ് അവർക്ക് എന്തുവാ മിനറൽസും നറിഷ്മെൻറ്റും ഒക്കെ കിട്ടുന്നത് ഗാൻജറ്റിക് പ്ലെയിൻസിന്. The rivers bring with them minerals that enrich the soil, enabling abundant agriculture. Okay, like I said before, ഇവിടെ എന്തുവാ അഗ്രികൾച്ചർ, നിങ്ങൾ വീറ്റ്, ഷുഗർ കെയിൻ, റൈസ് അതൊക്കെ ഇവിടെ ഗ്രോ ചെയ്യുവാണെങ്കിൽ അത് പെട്ടെന്ന് വളരും. ആൻഡ് ഓൾസോ നല്ല ഹെൽത്തി ആയിട്ടായിരിക്കും വളരുന്നത്. ബിക്കോസ് റിവേഴ്സ്, ഇവിടുത്തെ റിവേഴ്സ് ഞാൻ പറഞ്ഞ പോലെ ഗംഗാ റിവർ, ബ്രഹ്മപുത്ര റിവർ, ആ റിവേഴ്സൊക്കെ വെള്ളത്തിൻ്റെ കൂടെ തന്നെ മിനറൽസും ആയിട്ടാണ് വരുന്നത്. സോ അവിടുത്തെ സോയിൽ എന്താ ഒത്തിരി ഫെർട്ടൈലാണ്. ഓക്കെ, ഒത്തിരി ഫെർട്ടൈൽ സോയിലാണ്. ആൻഡ് ഓൾസോ അവിടെ അഗ്രികൾച്ചർ ഉള്ളതുകൊണ്ട് ഫാമിംഗ് ഒക്കെ കൂടുതലായിട്ട് നടക്കുന്ന സ്ഥലങ്ങളിൽ എന്താ പോപ്പുലേഷനും അത്രയും തന്നെ കൂടുതലായിരിക്കും. സോ അവിടെ വെള്ളം കിട്ടും, ഗാൻജറ്റിക് പ്ലെയിൻസിൽ നിങ്ങൾക്ക് വെള്ളം കിട്ടും, അഗ്രികൾച്ചറിന് നല്ല സോയിലും കിട്ടും. ഓക്കെ, സോ അവിടെ നമുക്ക് ജീവിക്കാൻ നല്ലൊരു സ്ഥലമാണ്, റൈറ്റ്? സോ അവിടെയാണ് ഇന്ത്യയുടെ ലാർജ് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യാസ് പോപ്പുലേഷൻ ലിവ്സ് ഇൻ ദീസ് പ്ലെയിൻസ്. ഓക്കെ, സോ അവിടെ ഇതെല്ലാം കിട്ടും, വാട്ടർ ഉണ്ട്, പ്ലെയിൻ ലാൻഡ് ആണ്, അവിടെ വീട് വെക്കാം. ആൻഡ് ഓൾസോ സോയിൽ ഒത്തിരി റിച്ച് ആണ് ഇൻ മിനറൽസ്. ഓക്കെ, വെള്ളം കിട്ടും, പ്ലെയിൻ ലാൻഡ് എല്ലാം ഉണ്ട്. സോ ദാറ്റ്സ് വൈ ഇന്ത്യയുടെ ലാർജ് പോപ്പുലേഷൻ എന്തുവാ ഈ പ്ലെയിൻസ്, ഗാൻജറ്റിക് പ്ലെയിൻസിലാണ് ജീവിക്കുന്നത്. Now, the flat land of the northern plains is allowed for the development of an elaborate transportation network. Road and railway networks facilitate the movement of people and goods over long distances.
സോ ഇവിടെ ഫ്ലാറ്റ് ലാൻഡ് ആണ്, നോർത്തേൺ പ്ലെയിൻസിൽ ഫ്ലാറ്റ് ലാൻഡ് ആയതുകൊണ്ട് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഒത്തിരി ഈസിയാണ്. അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷനും ഒത്തിരി ഡെവലപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, റോഡ് ആയാലും റെയിൽവേ നെറ്റ്വർക്ക് ആയാലും ഇതൊക്കെ ഡെവലപ്പ് ആയിട്ടുണ്ട്. ആൻഡ് ഓൾസോ അവിടെ റിവേഴ്സ് റിവേഴ്സും ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, അവിടെ ഷിപ്പൊക്കെ കുറേ ഉണ്ട്. ഓക്കെ, സോ ലൈക്ക് അവിടെ റിവേഴ്സ് ഇങ്ങനെ മേളിലോട്ടും താഴോട്ടും അല്ല, തിരിവും വളവും അങ്ങനല്ല. ലൈക്ക് ഇറ്റ്സ് എ പ്ലെയിൻ ലാൻഡ്, റൈറ്റ്? അത് പ്ലെയിൻ ലാൻഡ് ആയതുകൊണ്ട് അതിൽ ഷിപ്പൊക്കെ ഓടിക്കാൻ ഒരേ ഫ്ലോയിൽ അങ്ങ് ഓടിച്ചുകൊണ്ട് പോകാൻ ഒത്തിരി ഈസിയാണ്. സോ ദാറ്റ്സ് വൈ അവിടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമും ഒത്തിരി ഡെവലപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, the Ganga, the Brahmaputra and other rivers have been used for millennia for travel and trade. So ഇവിടെ ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര റിവർ അത് ഗാൻജറ്റിക് പ്ലെയിൻസിൻ്റെ അവിടെ തന്നെയാണ്. സോ ദാറ്റ്സ് വൈ അവിടെ എന്താ പ്ലെയിൻ ലാൻഡാണ്. സോ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് തൊട്ട് തന്നെ എന്തുവാ അവിടെ ഷിപ്സ് ആൻഡ് ഓൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ റിവേഴ്സിൽ ഷിപ്സ് ആൻഡ് ഓൾ യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ട്രാവൽ ആൻഡ് ട്രേഡ്. ട്രാവലിങ്ങിന് വേണ്ടിയും പിന്നെ സാധനങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കാൻ വേണ്ടി ഷിപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ഈസി, അവിടെ റിവറിലൊക്കെ ഷിപ്പൊക്കെ യൂസ് ചെയ്യാൻ, ബോട്ട്സ്, ഷിപ്സ് അതൊക്കെ യൂസ് ചെയ്യാൻ ഈസിയാണ്. ദാറ്റ്സ് വൈ. ഓക്കെ, most rivers are named after goddesses, Ganga, Yamuna, Kaveri, etc. The name of Brahmaputra, however, means the son of Brahma. This river gets bigger during summer instead of drying up. Okay, so നിങ്ങൾ നോട്ടീസ് ചെയ്ത് കാണും ദാറ്റ് ഈ റിവേഴ്സ് ഒക്കെ ഇല്ല, ലൈക്ക് ഗംഗ, യമുന, കാവേരി, നർമ്മദ, ഇങ്ങനത്തെ കുറേ റിവേഴ്സ് എന്തുവാ ഇതൊക്കെ ഗോഡസസിൻ്റെ പേരിൻ്റെ, ദേവികളുടെ പേരിൻ്റെ പേരായിട്ടാണ് വെച്ചേക്കുന്നത്. ലൈക്ക് ഗംഗ, യമുന, കാവേരി ഇതൊക്കെ ഗോഡസസിൻ്റെ പേരാണ്. ഓക്കെ, ആൻഡ് ദെൻ ഒത്തിരി കുറവ് റിവേഴ്സ് ആയിരിക്കും, ലൈക്ക് ബ്രഹ്മപുത്ര ആൻഡ് കൃഷ്ണ റിവർ. ഈ രണ്ട് റിവേഴ്സ് എന്തുവാ ഗോഡ്സിൻ്റെ മേലാണ്, മീൻസ് ഒരു മെയിൽ പേര് ആയിട്ടാണ് ഇതിൻ്റെ വെച്ചേക്കുന്നത്. ബാക്കി എല്ലാ റിവേഴ്സിൻ്റെയും പേര് എന്തുവാ ഫീമെയിൽ നെയിംസ്, ഗോഡസസിൻ്റെ പേരാണ് വെച്ചേക്കുന്നത്. ഓക്കെ, സോ ദ നെയിം ബ്രഹ്മപുത്ര റിവറിൻ്റെ പേര് എൻ്റെ മീനിങ് എന്തോ ദ സൺ ഓഫ് ബ്രഹ്മ, ബ്രഹ്മൻ്റെ സണ്ണ് എന്നാണ് ബ്രഹ്മപുത്രൻ്റെ മീനിങ്. ഓക്കെ, സോ ഇവിടെ ഒരു ലൈൻ, ദിസ് റിവർ ഗെറ്റ്സ് ബിഗർ ഡ്യൂറിങ് സമ്മർ ഇൻസ്റ്റെഡ് ഓഫ് ഡ്രൈയിങ് അപ്പ്. ഓക്കെ, ഇത് ഒത്തിരി ഒരു ഫാസിനേറ്റിംഗ് ഫാക്റ്റാണ് ദാറ്റ് നമ്മൾ കുറേ പ്രാവശ്യം കാണും, നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും. ദാറ്റ് സൗതേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ കുറേ റിവേഴ്സും പോണ്ടും അതൊക്കെ എന്ത് പറ്റുമെന്നറിയാം, ഈ സമ്മേഴ്സ് വരത്തില്ലേ, ഒത്തിരി ചൂട് കാലം വരുമ്പം ആ റിവേഴ്സ് എല്ലാം അങ്ങ് ഡ്രൈ ആയി പോകും, അതിൽ വെള്ളം കാണത്തില്ല. ബട്ട് ഈ ബ്രഹ്മപുത്ര, ഗംഗാ റിവർ ഇതൊക്കെ നോർത്തേൺ പാർട്ടിലാണ്, റൈറ്റ്? ഇന്ത്യയുടെ നോർത്തേൺ പാർട്ടിലാണ്. സോ അത് ഈ സമ്മർ സീസൺ വരുമ്പം അത് ഇച്ചിരി കൂടെ കൂടും, അതിലെ വെള്ളം ഇച്ചിരി കൂടെ കൂടും. അതെന്താണെന്നറിയാം, ഐ ടെൽ യു. സോ സൗതേൺ പാർട്ടിൽ എന്താ, നമ്മൾ മഴ പെയ്യുമ്പോഴാണ് ഈ റിവേഴ്സിനൊക്കെ വെള്ളം കിട്ടുന്നത്. റിവർ പോണ്ട് എന്തായാലും അവർക്ക് മഴ പെയ്യുമ്പോഴാണ് വെള്ളം കിട്ടുന്നത്. ബട്ട് ദെൻ ഈ നോർത്തേൺ സൈഡിൽ ഈ ജസ്റ്റ് ഹിമാലയൻ്റെ താഴെയല്ലേ ഈ ഗാൻജറ്റിക് പ്ലെയിൻസ്, അവിടെ കൂടെ തന്നെയാണ് ഈ ബ്രഹ്മപുത്ര റിവർ ആൻഡ് ഗംഗാ റിവറൊക്കെ ഒഴുകുന്നത്. സോ ഈ സണ്ണി ഡേ വരുമ്പം, ചൂട് കാലം വരുമ്പം ഹിമാലയയിലുള്ള സ്നോ എല്ലാം എന്ത് പറ്റും, മെൽറ്റ് ആക്കാൻ തുടങ്ങും. അത് മെൽറ്റായിട്ട് അവിടുന്ന് ഫുള്ള് വെള്ളം എന്തുവാ ഈ റിവേഴ്സിലോട്ട് വന്നാണ് ഒഴുകുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് വൈ സമ്മേഴ്സിൻ്റെ സമയത്ത് ഈ റിവേഴ്സ് ഡ്രൈ ആകത്തില്ല, ഇത് ഒഴുകിക്കൊണ്ടിരിക്കും. ഈവൻ അപ്പോൾ എന്താ വെള്ളം കൂടും. ഓക്കെ, ബട്ട് ദെൻ നമ്മുടെ സൗതേൺ പാർട്ടിൽ മഴ പെയ്യുമ്പോൾ മാത്രമാണ് റിവേഴ്സിനും പോൺസിനും ഒക്കെ വെള്ളം കിട്ടുന്നത്. ദാറ്റ്സ് വൈ അത് സണ്ണി സീസൺ ആകുമ്പം, സമ്മേഴ്സ് ആകുമ്പം മഴയൊന്നുമില്ല, സോ അതെന്ത് പറ്റും, ഡ്രൈ ആയിപ്പോൾ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ദിസ് പാർട്ട്. Gangetic Plains, it's very easy. Gangetic Plains ഹിമാലയാസിൻ്റെ ജസ്റ്റ് സൗത്ത്വേർഡ്സ് ആണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, സൗത്ത്വേർഡ്സ് മീൻസ് ഹിമാലയാസിൻ്റെ താഴെ. ആൻഡ് അവിടുത്തെ സോയിൽ, ഗാൻജറ്റിക് പ്ലെയിൻസിൻ്റെ സോയിൽ ഒത്തിരി ഫെർട്ടൈലാണ്. ആൻഡ് അവിടെ അഗ്രികൾച്ചർ ഒത്തിരി കൂടുതലുണ്ട്. ദാറ്റ്സ് വൈ അവിടെ എന്താ ഒത്തിരി പോപ്പുലേഷനും, ഇന്ത്യയുടെ ലാർജസ്റ്റ് പോപ്പുലേഷൻ ഗാൻജറ്റിക് പ്ലെയിൻസിൽ തന്നെയാണ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ പാട്ടിൽ അത്രയേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ദെൻ അതെന്താ അവിടുത്തെ ഈ സോയിൽ ഫോർട്ടൈൽ എന്ന് വെച്ചാൽ, ഈ റിവേഴ്സില്ലേ, ഗംഗാ റിവർ, ബ്രഹ്മപുത്ര റിവർ, അവിടെ നിന്നൊക്കെ ആ വെള്ളത്തിൽ മിനറൽസ് അവർ ക്യാരി ചെയ്യുന്നുണ്ട്. ആ വെള്ളത്തിൽ തന്നെ മിനറൽസ് ഉണ്ട്. ആ മിനറൽസ് എല്ലാം അവിടുത്തെ സോയിലിൽ തന്നെയാണ് പോയി ചേരുന്നത്. ദാറ്റ്സ് വൈ അവിടുത്തെ സോയിൽ ഇത്തിരി ഫോർട്ടൈലാണ്. ആൻഡ് ദെൻ അവിടുത്തെ നോർത്തേൺ പ്ലെയിൻസ് മീൻസ് ഗാൻജറ്റിക് പ്ലെയിൻസിൻ്റെ എന്തുവാ നമ്മളോട് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അവിടെ ഫ്ലാറ്റ് ലാൻഡാണ്. സോ അവിടെ ഷിപ്പ്, പിന്നെ ട്രെയിൻസ്, പിന്നെ ഇങ്ങനത്തെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഒത്തിരി ഡെവലപ്പ് ആയിട്ടുണ്ട്. ബിക്കോസ് അവിടെ എന്തോ ഫ്ലാറ്റ് ലാൻഡാണ്. ആൻഡ് ഏൻഷ്യൻ ടൈം തൊട്ട് തന്നെ എന്തുവാ അവിടുത്തെ റിവേഴ്സ് ലൈക്ക് ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര റിവറിൽ കൂടെ ട്രാവലിനും ഗൂഡ്സിന് പോകാനും അത് യൂസ് ആവുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആൻഡ് ദെൻ മോസ്റ്റ്ലി എല്ലാ റിവേഴ്സും എന്തുവാ ഗോഡസസിൻ്റെ പേരിലാണ് വെച്ചേക്കുന്നത്. ലൈക്ക് റിവർ ഗംഗ, യമുന, നർമ്മദ, കാവേരി ഇതൊക്കെ ഗോഡസസിൻ്റെ പേരാണ്. ഓക്കെ, ബട്ട് ബ്രഹ്മപുത്ര ആൻഡ് ഐ തിങ്ക് കൃഷ്ണ റിവർ, ഓക്കെ, ഈ രണ്ട് റിവേഴ്സ് എന്തുവാ ഗോഡസസിൻ്റെ പേരിലല്ല, മെയിൽ നെയിംസ് ആണ് ഇവർക്ക് കൊടുത്തേക്കുന്നത്. ബ്രഹ്മപുത്ര മീൻസ് സൺ ഓഫ് ബ്രഹ്മ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നൗ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് ഓർ താർ ഡെസേർട്ട്. ആൻഡ് ഓൾസോ ഐ ഫൊഗോട്ട് ടു ടെൽ യു, ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു ദാറ്റ് ദ റിവർ, ഓക്കെ, സോ ബ്രഹ്മപുത്ര റിവർ ആൻഡ് ഗംഗാ റിവർ, ഈ ഗാൻജറ്റിക് പ്ലെയിൻസിലുള്ള റിവേഴ്സ് അവർ ഒരിക്കലും ഡ്രൈ ആകത്തില്ല സണ്ണി സീസണിൽ. ബട്ട് സൗതേൺ പാർട്ടിലുള്ള റിവേഴ്സും പോൺസും ഒക്കെ എന്തുവാ ഒത്തിരി ചൂടുകാലം വരുമ്പോൾ അതൊക്കെ ഡ്രൈ ആയിപ്പോകും. അതെന്താണെന്ന് അറിയാം, ഇറ്റ്സ് ബിക്കോസ് നമുക്ക് സൗതേൺ പാർട്ടിൽ റിവറിലൊക്കെ വെള്ളം കിട്ടുന്നത് മഴക്കാലത്ത് മാത്രമാണ്. ബട്ട്
ഗാൻജറ്റിക് പ്ലെയിൻസിലുള്ള റിവേഴ്സ് ആൻഡ് പോൺസിന് വെള്ളം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഹിമാലയാസിൽ നിന്നാണ്. സോ ചൂട് കാലത്ത് ഈ ഹിമാലയയിലുള്ളത് ഉള്ള ഫുള്ള് സ്നോ എല്ലാം എന്ത് പറ്റും? മെൽറ്റായി പോകും. ആൻഡ് ദെൻ അത് മെൽറ്റായിട്ട് അവിടുത്തെ വെള്ളം ഫുൾ ഒഴുകി എങ്ങോട്ടാണ് വരുന്നത്? നമ്മുടെ ഗാൻജറ്റിക് പ്ലെയിൻസിലെ റിവർ ലൈക്ക് ബ്രഹ്മപുത്ര റിവർ, ആ റിവേഴ്സിലോട്ടൊക്കെയാണ് വരുന്നത്. സോ ദാറ്റ്സ് വൈ സണ്ണി സീസണിൽ നമ്മുടെ ഗാൻജറ്റിക് പ്ലെയിൻസിലെ റിവേഴ്സ് കുറച്ചുകൂടെ വലിയതാവും ചിലപ്പോൾ. ഓക്കെ, കുറച്ചുകൂടെ വെള്ളം കൂടും അവിടെ. ബട്ട് സണ്ണി സീസൺ സൗതേൺ പാർട്ടിൽ റിവേഴ്സ് എല്ലാം ഡ്രൈ ആവും. ദാറ്റ് ഈസ് ദ റീസൺ. ഓക്കെ, നൗ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദിസ്. ഓക്കെ, താർ ഡെസേർട്ട് ഓർ ഇന്ത്യൻ ഡെസേർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, റൈറ്റ്? സോ ഡെസേർട്ട് മീൻസ് അവിടെ വെള്ളം കാണത്തില്ല, ഒട്ടും വെള്ളമില്ല. ഓക്കെ, ഉണങ്ങി കിടക്കുന്ന ഫുൾ മണലായിരിക്കും അവിടെ, ഫുൾ ഉണങ്ങി കിടക്കും. അതിനാണ് ഡെസേർട്ട് എന്ന് പറയുന്നത്. സോ ഇന്ത്യയിലും അങ്ങനെ ഒരു ഡെസേർട്ട് ഉണ്ട്, അവിടെ ഒട്ടും വെള്ളമില്ല. ആ ഡെസേർട്ടിൻ്റെ പേരാണ് താർ ഡെസേർട്ട്. ഓക്കെ, താർ ഡെസേർട്ട്. നൗ താർ ഡെസേർട്ട് എങ്ങനെയാണെന്നറിയോ? അത് ഒത്തിരി വലുതാണ്, വാസ്റ്റ് ആണ്. ഓക്കെ, താർ ഡെസേർട്ട് ഇസ് വാസ്റ്റ് റീജിയൻ, arid region. Arid means അവിടെ വെള്ളം ഇല്ല. arid means വെള്ളമില്ല. സോ താർ ഡെസേർട്ട് എങ്ങനെ? വാസ്റ്റ് ആൻഡ് arid. ഓക്കെ, ഈ താർ ഡെസേർട്ട് മോസ്റ്റ്ലി എവിടെ? രാജസ്ഥാനിലാണ്. ബട്ട് ഇതിൻ്റെ കുറച്ച് പാർട്സ് ഗുജറാത്ത്, പഞ്ചാബ് ആൻഡ് ഹരിയാനയിലും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഗോൾഡൻ ഡ്യൂൺസ്, റഫ് ടെറൈൻ ആൻഡ് വൈഡ് ഓപ്പൺ സ്കൈ. ഗോൾഡൻ ഡ്യൂൺസ് മീൻസ് ഇവിടെ ഫുള്ള് ഗോൾഡൻ കളറിൽ മണ്ണിൽ ഫുൾ ഇങ്ങനെ മൗണ്ടെയിൻസ് പോലെ ഇങ്ങനെ കിടക്കുക. ഓക്കെ, സോ ഇതിനാണ് ഗോൾഡൻ ഡ്യൂൺസ് എന്ന് പറയുന്നത്. ഇത് കാണാൻ ഗോൾഡൻ അല്ലേ? ദാറ്റ്സ് വൈ. ഓക്കെ, സോ ഗോൾഡൻ ഡ്യൂൺസ്. റഫ്ഡ് ടെറൈൻ, റഫ് ടെറൈൻ മീൻസ് റഫ് ടെറൈൻ ആണ്. ആൻഡ് വൈഡ് ഓപ്പൺ സ്കൈ, ഇവിടെ നിങ്ങൾക്ക് ബ്ലൂ സ്കൈ ആയിരിക്കും കാണുന്നത്, വൈഡ് ഓപ്പൺ ആയിട്ട് കിടക്കുക ഫുള്ള്. ബ്ലാക്ക് സ്കൈ നിങ്ങൾക്ക് കാണത്തില്ല, ബിക്കോസ് അവിടെ മഴ പെയ്യത്തില്ല. ഓക്കെ, now sand dunes are formed when the wind shifts and shapes the sand into hill-like formations. Sometimes these rise as high as 150 meters. Okay, so this means that ഈ sand dunes എന്ന് ഞാൻ പറഞ്ഞില്ല, golden dunes എന്ന് ഞാൻ പറഞ്ഞു. സോ ഈ ഡ്യൂൺസ് എങ്ങനെ ഫോം ആണ്? ഇവിടെ നിങ്ങൾ കണ്ടോ, കുറച്ച് സ്ഥലം ഇങ്ങനെ മേലോട്ടായിരിക്കുക, കുറച്ച് താഴോട്ട്. ഇത് ഒരു മൗണ്ടെയിൻ പോലെ, ഹിൽ പോലൊക്കെയാണ് കാണാൻ, റൈറ്റ്? സോ ഇതെങ്ങനെ ഫോം ആകുന്നത്? ഇറ്റ്സ് ബിക്കോസ് അവിടെ കാറ്റടിക്കത്തില്ലേ, ഭയങ്കര കാറ്റാണ്, ചൂട് കാറ്റടിക്കും അവിടെ. ഓക്കെ, സോ ആ കാറ്റടിക്കുമ്പോൾ ഈ മണലെല്ലാം ആ കാറ്റിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ പറന്ന് ഓരോ സ്ഥലത്ത് ഇങ്ങനെ കെട്ടി കിടക്കും. ഓക്കെ, സോ അങ്ങനെയാണ് ഈ ഡ്യൂൺസ് ഫോം ആകുന്നത്. ഓക്കെ, സോ ഇവിടെ ഇങ്ങനല്ലേ ഫോം ആയത്, ഇവിടെ കാണാം നമുക്ക് ഇങ്ങനെ. സോ ഇവിടെ നിന്നായിരിക്കും കാറ്റടിച്ചത്. ദാറ്റ്സ് വൈ ഇവിടെ നിന്നുള്ള ഫുൾ മണൽ എന്താ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഡെപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഒരു സാൻഡ് ഡ്യൂൺ ഫോം ആയി. സോ അങ്ങനെയാണ് സാൻഡ് ഡ്യൂൺസ് ഫോം ആകുന്നത്. ഓക്കെ, സോ ഇവിടെ എഴുതിയിട്ടുണ്ട് സാൻഡ് ഡ്യൂൺസ് ആർ ഫോം വെൻ ദ വിൻഡ് ഷിഫ്റ്റ്സ് ആൻഡ് ഷേപ്സ് ദ സാൻഡ് ഇൻടു ഹിൽ ലൈക്ക് ഫോർമേഷൻ. വിൻഡ് ഷിഫ്റ്റ് ആകും, എന്നിട്ട് അത് ഷേപ്പ് ആകും സാൻഡിനെ ഇൻടു hill like formation. Sometimes these rise as high as 150 meters. ചില സമയത്ത് ഈ സാൻഡ് ഡ്യൂൺസ് എത്ര ടോൾ ആയിരിക്കും? 150 meters വരെ ടോൾ ആയിരിക്കും. ഓക്കെ, ഓൾസോ ഇൻ ദിസ് പിക്ചർ നിങ്ങൾക്കൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് സിറ്റിയാണെന്നറിയാം? ഇത് ജയ്സൽമീർ. ഓക്കെ, ഇതിനെ ഗോൾഡൻ സിറ്റി എന്നും പറയാറുണ്ട്. ഇത് താർ ഡെസേർട്ടിൻ്റെ മിഡിലാണ് ഈ സിറ്റി. ഓക്കെ, ദ ജയ്സൽമീർ ഫോർട്ട് ഇസ് എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. സോ ജയ്സൽമീറിൽ ഒരു ഫോർട്ടും ഉണ്ട്. ആ ഫോർട്ടിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്നും ഘോഷിച്ചിട്ടുണ്ട്. ഓക്കെ, ദ താർ ഇസ് എ വാസ്റ്റ് arid region. ഞാൻ പറഞ്ഞ പോലെ വാസ്റ്റ് മീൻസ് ഇങ്ങനെ കിടക്കുക, വലിയൊരു ഏരിയ ആണ് താർ ഡെസേർട്ട്. arid region മീൻസ് വെള്ളം, ഒട്ടും വെള്ളം ഇല്ലാത്തൊരു റീജിയനെയാണ് നമ്മൾ arid region എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ താർ ഇസ് എ വാസ്റ്റ് ആൻഡ് arid region. മോസ്റ്റ് ഓഫ് ഇറ്റ് ലൈസ് വിത്തിൻ ഇന്ത്യ, സ്പാനിങ് ദ സ്റ്റേറ്റ്സ് ഓഫ് രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ് ആൻഡ് ഹരിയാന. ഓക്കെ, താർ ഡെസേർട്ട് മോസ്റ്റ്ലി അത് ഇന്ത്യയിൽ തന്നെയാണ് അതിൻ്റെ പാർട്സ്. സോ മോസ്റ്റ്ലി അത് രാജസ്ഥാനിലാണ്, ആൻഡ് അതിൻ്റെ കുറച്ച് പാർട്സ് ഗുജറാത്ത്, പഞ്ചാബ് ആൻഡ് ഹരിയാനയിലും ഉണ്ട്. ഓക്കെ, സോ നൗ രാജസ്ഥാൻ ഇത്രയും ചൂട് സ്ഥലം, അവിടെ വെള്ളമില്ല. സോ അവിടെ എങ്ങനെയാണ് മനുഷ്യർ താമസിക്കുന്നത്? ഹാർഷ് കണ്ടീഷനാണ് അവിടെ. ഓക്കെ, സോ ആനിമൽ മൂവ്മെൻറ്റ്, ഹ്യൂമൻ മൂവ്മെൻറ്റ് അതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ഡൺ. സോ ഇതൊരു ചൂട് സ്ഥലമാണ്. ബട്ട് ഹ്യൂമൻസ് എങ്ങനെയാണ്? നമ്മൾ എവിടെ ജീവിക്കും അവിടെ നമ്മൾ ജീവിക്കാൻ പഠിക്കും, റൈറ്റ്? എത്ര ഡിഫിക്കൽട്ട് ആയാലും എത്ര ഈസി ആയാലും നമ്മൾ എവിടെ ആയിരിക്കും അവിടെ നമ്മൾ എങ്ങനെയും ഒക്കെ ജീവിക്കാൻ പഠിക്കും, റൈറ്റ്? സോ താർ ഡെസേർട്ടിൽ ജീവിക്കുന്ന ആൾക്കാരും അങ്ങനെ തന്നെയാണ്. സോ പീപ്പിൾ ലിവിംഗ് ഇൻ താർ ഹാവ് അഡാപ്റ്റഡ് ദർ വേസ് ഓഫ് ലൈഫ് ടു ദ പ്ലേസ് ആൻഡ് വാട്ട് ഇറ്റ് ഓഫേഴ്സ്. ഫുഡ് ഹാബിറ്റ്സ്, ക്ലോതിങ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ആർ സ്യൂട്ടഡ് ടു ദീസ് ഹാർഷ് കണ്ടീഷൻസ്. ഓക്കെ, വിച്ച് മീൻസ് ദാറ്റ് അവിടെ ജീവിക്കുന്ന ആൾക്കാരും അതിനോടങ്ങ് യോജിച്ച് ജീവിക്കുക ഇപ്പം. ഓക്കെ, ലൈക്ക് അവിടുത്തെ ഫുഡ് ഹാബിറ്റ്സ് എങ്ങനെയാണ് അതിനോട് യോജിച്ചു, ക്ലോതിങ്, ലൈഫ് സ്റ്റൈൽ അതൊക്കെ അവിടുത്തെ രീതിയിലാണ് അവരിപ്പം ജീവിക്കുന്നത്. ഓക്കെ, water is scarce in the desert. Women often need to travel long distances every day to fetch waters for their families. Okay, it means that water almost ആ ഡെസേർട്ടിൽ ഇല്ല. ഓക്കെ, ഒട്ടുമില്ല. സോ അവിടുത്തെ വിമൻ, അവിടുത്തെ പെണ്ണുങ്ങൾ ഒത്തിരി ദൂരെ ഡിസ്റ്റൻസസ് ട്രാവൽ ചെയ്യും വെള്ളം എടുത്തുകൊണ്ട് വരാൻ. ഓക്കെ, ലൈക്ക് ഇൻ ദിസ് പിക്ചർ നിങ്ങൾക്ക് കാണാം, ഇങ്ങനത്തെ ഓരോ മട്ടകൾ അവരുടെ കയ്യിൽ കാണും. സോ അതുകൊണ്ട് അവർ ലോങ് ഡിസ്റ്റൻസസ് ട്രാവൽ ചെയ്യും, നടന്നു പോകുക ചൂടത്ത്. ആൻഡ് ദെൻ ചൂടത്ത് പോയിട്ട് ഇങ്ങനത്തെയൊക്കെ ഏരിയ കാണത്തില്ലേ, ഈ വെല്ല് കാണാം നിങ്ങൾക്ക്, ഇങ്ങനത്തെയൊക്കെ ഏരിയ കാണുമ്പം അവിടുന്ന് അവരെന്താ വെള്ളം ഈ മട്ടയിൽ നിറച്ചുകൊണ്ട് വരും. ഓക്കെ,
So the traditional method for cleaning utensils is to scour them with sand until they are clean. Okay. So അവിടെ ട്രഡീഷണൽ മെത്തേഡ് അവിടെ ഈ യൂട്ടൻസിൽസ് കഴുകത്തില്ലേ, പാത്രം കഴുകത്തില്ലേ, അതെങ്ങനെയാണെന്നറിയാം. അവിടെ വെള്ളമില്ല. സോ ഇത്രയും നമ്മൾ ടാപ്പ് തുറന്ന് വിട്ട് കഴുകുന്ന പോലെ അവർക്ക് പറ്റത്തില്ല. സോ അവിടെ നിന്ന് മണലും കൊണ്ടാണ് അവർ മണൽ ഇങ്ങനെയിട്ട് റബ്ബ് ചെയ്യും, ആ പ്ലേറ്റ്സിൽ ഇങ്ങനെയിട്ട് റബ്ബ് ചെയ്യും അൺടിൽ ദേ ആർ ക്ലീൻ. ഓക്കെ. വൺസ് ദേ ആർ ക്ലീൻ അവരത് അങ്ങനെ തന്നെ വെക്കും. ഓക്കെ. സോ ചിലപ്പോൾ ഒക്കെ കുറച്ചൊക്കെ വെള്ളം യൂസ് ചെയ്യാം, ഒന്ന് കഴുകിയെടുക്കാൻ, ഒന്ന് ഇങ്ങനെ കുലുക്കി മാത്രം എടുക്കാൻ വേണ്ടി വെള്ളം യൂസ് ചെയ്യാം, ലൈറ്റ് റിൻസിന് വേണ്ടി. അതർവൈസ് അവർ ആ മണലും കൊണ്ട് തന്നെയാണ് ഇങ്ങനെ റബ്ബ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നത് പാത്രങ്ങൾ. ഓക്കെ. The water used for rinsing is reused for purposes like watering a plant. Okay. അവിടെ നിങ്ങളുടെ വീട്ടിൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെള്ളമൊന്നും കിട്ടത്തില്ല അതിനെ വാട്ടർ ചെയ്യാൻ. സോ ഈ പാത്രം കഴുകുന്ന വെള്ളവും പിന്നെ തുണി കഴുകുന്ന വെള്ളവും ഈ വെള്ളം തന്നെ റീയൂസ് ചെയ്തിട്ട്, അത് കളയരുത്, റീയൂസ് ചെയ്തിട്ട് പ്ലാന്റ്സിൽ ഒഴിക്കണം. അങ്ങനെയൊക്കെ പ്ലാന്റ്സിനൊക്കെ വെള്ളം കിട്ടത്തുള്ളൂ. ഓക്കെ. So the next time you leave the tap running, remember the people of the Thar desert. Okay. So next time നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെള്ളമൊക്കെ തുറന്ന് കുളിക്കുമ്പോഴും പാത്രമൊക്കെ കഴുകുമ്പോഴും നിങ്ങൾ ഥാർ ഡെസേർട്ടിലെ ആൾക്കാരെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. ഓൾസോ രാജസ്ഥാനിൽ വാട്ടർ കൺസർവേഷൻ സിസ്റ്റം ഒത്തിരി ഫേമസ് ആണ്. ഓക്കെ. ബിക്കോസ് ഒബ്വിയസ്ലി അവിടെ വാട്ടർ ഇല്ല. സോ അവരെല്ലാം എന്തോ അത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള പുതിയ പുതിയ ഐഡിയാസും കൊണ്ട് വരും. ഓക്കെ. സോ അവിടുത്തെ മെത്തേഡ്സ് ടങ്ക ആൻഡ് കുഞ്ച് എന്ന് പറഞ്ഞ മെത്തേഡ്സ് ഉണ്ട്, അതൊത്തിരി ഫേമസ് ആണ്. ഓക്കെ. സോ ദീസ് ആർ സ്പെഷ്യൽ വാട്ടർ കളക്ഷൻ സിസ്റ്റം വിത്ത് സ്റ്റോർ റെയിൻ വാട്ടർ. സോ ടാങ്ക ആൻഡ് കുഞ്ച് എന്ന് പറഞ്ഞാൽ അവിടെ മഴ പെയ്യുമ്പം റെയിൻ വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റമാണത്, ടാങ്ക ആൻഡ് കുഞ്ച്. ഓക്കെ. സോ ഈ വെള്ളം എന്നിട്ട് എന്തിനാണ്, ഡ്രിങ്കിങ് പർപ്പസ്, കുടിക്കാൻ വേണ്ടി ആയിട്ടാണ് യൂസ് ആവുന്നത്. ഓക്കെ. നൗ ദി അരവല്ലി ഹിൽസ്. So the Aravalli Hills. Okay. Aravalli Hills ഈസ്റ്റേൺ പാർട്ടിലാണ്, ഥാർ ഡെസേർട്ടിൻ്റെ ഈസ്റ്റേൺ പാർട്ടിലാണ്. മീൻസ് ഐ ടെൽ യു. സോ ഇതൊരു റഫ് ഇമേജ് ഞാൻ ക്രിയേറ്റ് ചെയ്യാം. സോറി. ഓക്കെ. ഇറ്റ്സ് ജസ്റ്റ് റഫ്. ഓക്കെ. സോ ഇത് നമ്മുടെ സൗതേൺ പാർട്ട് ഓഫ് ഇന്ത്യ ആണ്. ഇവിടെ എന്താ ഥാറാന്ന് ഓർക്കുക. ഇത് ഥാർ ആണെങ്കിൽ, ഓക്കെ വെയിറ്റ്, ഇത് ഥാർ ആണെങ്കിൽ ഇതെന്തുവാ, ഇതാണ് നമ്മുടെ അരവല്ലി ഹിൽസ്. ഓക്കെ. അരവല്ലി ഹിൽസ് ഇവിടാണ്. സോ ഇതെന്താ ഥാർ ഡെസേർട്ടിൻ്റെ ഈസ്റ്റേൺ പാർട്ടിലാണ് അരവല്ലി ഹിൽസ്. ഓക്കെ. ആൻഡ് ഓൾസോ മൗണ്ട് ആബുവും ഇതിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ. ആൻഡ് ഇറ്റ്സ് ഹയസ്റ്റ് പീക്ക്, ഒത്തിരി ടോളാണ്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് 1700 മീറ്ററിനേക്കാളും കൂടുതൽ. സോ ഈ മൗണ്ട് ആബു ഇത് ഥാർ ഡെസേർട്ടിൻ്റെ ഈസ്റ്റേൺ ഭാഗത്തിലാണ് ഞാൻ കാണിച്ച പോലെ. സോ ഇറ്റ് ഈസ് ലൈക്ക് വെരി ഓൾഡ്. ഇത് ഒത്തിരി പഴയ മൗണ്ടെയിൻ ആണ്. ലൈക്ക് 2.5 ബില്യൺ ഇയേഴ്സ് ഒക്കെ തൊട്ട് ഉള്ള ഒരു മൗണ്ടെയിൻ ആണ്. ഓക്കെ. ആൻഡ് ഓൾസോ ദീസ് അരവല്ലി ഹിൽസ് ഞാൻ കാണിച്ച പോലെ ഇത് ഥാർ ഡെസേർട്ട് ആണെങ്കിൽ ഇതാണ് അരവല്ലി ഹിൽസ്. ഓക്കെ. ഇതാണ് അരവല്ലി ഹിൽസ്. സോ ഇതെന്താ ഒരു ബാരിയർ ആയിട്ട് വർക്ക് ചെയ്യുക. ലൈക്ക് ഇവിടുത്തെ ഈ മണലും ചൂടും ഇതൊക്കെ ഇങ്ങോട്ട് വരാതിരിക്കാൻ ഈ അരവല്ലി ഹിൽസ് ഒരു ബാരിയർ ആയിട്ട്, നാച്ചുറൽ ബാരിയർ ആയിട്ട് വർക്ക് ചെയ്യുക. അതുകൊണ്ടാണ് ആ സ്ഥലം വിട്ടിട്ട്, ഥാർ ഡെസേർട്ട് വിട്ടിട്ട് ഇങ്ങോട്ട് ഈ ഭാഗത്തോട്ട് വരത്തില്ല. ഈസ്റ്റ് വേർഡ്സ് നമ്മൾ വരുമ്പം ലൈക്ക് മധ്യപ്രദേശ്, ദില്ലി, ഈ ഭാഗത്തോട്ടൊന്നും ഈ ഥാർ ഡെസേർട്ട് ഇല്ല. അതെന്താ, ബിക്കോസ് അരവല്ലി ഹിൽസ് അവരെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കുക. റൈറ്റ്. Likewise, ഇവിടെ എഴുതിയിട്ടുണ്ട് that one of its most important function is acting as natural barrier preventing the Thar desert from expanding further. ഓക്കെ. സോ അതൊരു അരവല്ലി ഹിൽസ് ഒരു നാച്ചുറൽ ബാരിയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ഥാർ ഡെസേർട്ട് വിട്ട് നമ്മൾ മധ്യപ്രദേശിലോട്ടോ എങ്ങോട്ടൊക്കെയോ പോവുകയാണെങ്കിൽ അതിൻ്റെ ആ ചൂട് എഫക്റ്റ് ഇങ്ങോട്ട് വരുന്നില്ല ബിക്കോസ് ഓഫ് അരവല്ലി ഹിൽസ്. ഓക്കെ. The Aravalli Hills, rich in minerals like marble, granite, zinc and copper, have supported mining and construction activities for centuries. Okay. So Aravalli Hills and it is filled with minerals. Okay. Marble eye, granite eye, zinc eye, copper eye. ഇതൊക്കെ കുറേ ഉണ്ട് അരവല്ലി ഹിൽസിൽ. സോ അവിടെ നിന്ന് ആണ് നമ്മൾ കൺസ്ട്രക്ഷൻ വർക്ക്സിനൊക്കെ ഈ സംഭവങ്ങൾ എടുക്കുന്നത്. മാർബിൾ, ഗ്രാനൈറ്റ്, സിങ്ക്, കോപ്പർ എന്ന് പറഞ്ഞ മിനറൽസ് ഒക്കെ ആ അരവല്ലി ഹിൽസിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. സോ സെഞ്ചുറീസ് തൊട്ടേ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന അവിടെ നിന്ന് തന്നെയാണ് ഇതൊക്കെ യൂസ് ആകുന്നത്. ഓക്കെ. That's it. That's the important part. Now we're coming to the peninsular plateau. ഞാൻ നിങ്ങളെ മാപ്പിൽ കാണിച്ച പോലെ പെനിൻസുല എവിടെയായിരുന്നു, ലൈക്ക് ബേ ഓഫ് ബംഗാൾ, അറേബ്യൻ സീ, അതിനൊക്കെ ഇടയ്ക്ക് ഇതിങ്ങനെ സൗതേൺ പാർട്ട്, നമ്മുടെ സൗതേൺ പാർട്ട് ഇങ്ങനെ ഉണ്ടല്ലോ, ഇതാണ് എന്തുവാ പെനിൻസുല. ഓക്കെ. So what is a plateau? So a plateau is a landform that rises up from the surrounding land and has a more or less flat surface. So plateau means സോ പ്ലാറ്റോ മീൻസ് അതിങ്ങനെ ലാൻഡ് എങ്ങനെ ആയിരിക്കും, ഇങ്ങനെ എനേറ്റ് നിൽക്കുമായിരിക്കും. ബട്ട് ഇത് മൗണ്ടെയിൻ പോലെ ഇങ്ങനെ നിൽക്കുമല്ലായിരിക്കും. അത് ലൈക്ക് എനേറ്റ് ഇങ്ങനെ നിന്നിട്ട് അതിൻ്റെ ഒരു മോർ ഓർ ലെസ് ഇങ്ങനെ ഒരു ഫ്ലാറ്റ് സർഫേസ് ആയിരിക്കും. ഓക്കെ. ബട്ട് ടോട്ടലി ഫ്ലാറ്റ് അല്ല, ഇങ്ങനെയൊക്കെ ആയിരിക്കും. ബട്ട് ഇച്ചിരി മേലോട്ടും താഴോട്ടും ആണെങ്കിൽ ഇച്ചിരിയൊക്കെ ഫ്ലാറ്റ് സർഫേസ് ആയിരിക്കും. അതിനാണ് നമ്മൾ പ്ലാറ്റോ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ പെനിൻസുലാൻ്റെ ഒരു ഡെഫിനേഷൻ ഉണ്ട്. A peninsula is a piece of land that is surrounded by water on 3 sides. Okay. Like I said, Bay of Bengal, Arabian Sea. Okay. ഇതിൻ്റെ ഒക്കെ ഇടയ്ക്ക് എന്തോ നമ്മുടെ സൗതേൺ പാർട്ട് ഓഫ് ഇന്ത്യ ആണ്. സോ അതെന്തോ ഒരു പെനിൻസുല ആണ്. സോ അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്.
സം ഓഫ് ഇറ്റ് സൈഡ്സ് ആർ ഓഫൻ സ്റ്റീപ്പ് സ്ലോപ്സ്. ഓക്കെ, സോ സൈഡ്സ് പ്ലാറ്റോയിൻ്റെ സൈഡ്സ് ഒത്തിരി ഇങ്ങനെ സ്റ്റീപ്പ് ആയിരിക്കും, ഇങ്ങനെ താഴോട്ടായിരിക്കും. ബട്ട് മേൽഭാഗം മീൻസ് അതിൻ്റെ ലാൻഡ് മേളിലത്തെ ഭാഗം കുറച്ചൊക്കെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിരിക്കും, ടോട്ടലി അല്ല ബട്ട് സംഹൗ ഇച്ചിരിയൊക്കെ. So India has several plateaus. India kore plateaus under, but the most important one is the triangular peninsular area in the middle and the south of the country. So ഞാൻ പറഞ്ഞ പോലെ middle and south of the country ഒരു peninsula ഉണ്ട്. അതാണ് നമ്മുടെ most important peninsula of India. Okay, so it is very old land formation. ഒത്തിരി കാലങ്ങളായിട്ട് അതുകൊണ്ട് വർഷങ്ങളായിട്ട്. Okay, since the region is a peninsula surrounded by water on all three sides by the Arabian Sea, the Bay of Bengal and the Indian Ocean. സോ ഞാൻ പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ ലാൻഡ് ആണെങ്കിൽ ഇതിൻ്റെ സൈഡിൽ അറേബ്യൻ സീ, ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് ദെൻ ബേ ഓഫ് ബംഗാൾ. സോ 3 ഓഷ്യൻസും കൊണ്ട് ഈ പെനിൻസുല സറൗണ്ടഡ് ആണ്. ഓക്കെ, സോ ഇറ്റ് ഇസ് കോൾഡ് എ പെനിൻസുലർ പ്ലാറ്റോ. സോ ദാറ്റ്സ് വൈ ഇതിനെ ഒരു പെനിൻസുലർ പ്ലാറ്റോ എന്നാണ് ഇതിന് പറയുന്നത്. ബിക്കോസ് 3 ഓഷ്യൻസും കവർ ചെയ്തപ്പോൾ ഇതെന്തായി, ഒരു പെനിൻസുല ആയി. ബട്ട് ഇവിടെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ലാൻഡ് എങ്ങനെ, ലാൻഡ് ഫ്ലാറ്റ് ആണ്, റൈറ്റ്? സോ ഇതൊരു പ്ലാറ്റ്യൂ ആണ്. സോ പെനിൻസുലായും ആണ്, ഒരു പ്ലാറ്റ്യൂ ആണ്. സോ പെനിൻസുലർ പ്ലാറ്റോ. ഓക്കെ, the plateau is bordered by 2 mountain ranges, the Western Ghats and Eastern Ghats. Okay, so did you understand? ഇത് നമ്മുടെ പെനിൻസുലർ പ്ലാറ്റോ ആയി. ഓക്കെ, ഇത് നമ്മുടെ എന്താ പെനിൻസുലർ പ്ലാറ്റോ. നൗ ദിസ് ഈ സൈഡ് എന്തുവാ, ഇത് നമ്മുടെ വെസ്റ്റേൺ സൈഡാണ്, ഇത് നമ്മുടെ ഈസ്റ്റേൺ സൈഡാണ്. സോ ഇവിടെ എന്തുവാ 2 ഇമ്പോർട്ടൻറ്റ് മൗണ്ടെയിൻസ് ഉണ്ട്. ഓക്കെ, സോ 2 ഇമ്പോർട്ടൻറ്റ് മൗണ്ടെയിൻസ് ഇതിനെ ബൗണ്ടറി ആയിട്ട് വെച്ചിട്ടുണ്ട്. സോ ഇതിനെന്തുവാ വെസ്റ്റേൺ ഘാട്ട് എന്നും പേര് കൊടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള മൗണ്ടെയിൻസിന്, ഇവിടെയുള്ള മൗണ്ടെയിൻസ് നമ്മൾ ഈസ്റ്റേൺ ഘാട്ട്സ് എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നമ്മുടെ പെനിൻസുല. ഓക്കെ, okay, so this is our peninsula and this is our plateau. So ee peninsula inde രണ്ട് സൈഡ്സും എന്തുവാ കവേർഡ്. I'll tell you, wait. Okay, so while this saw a small mistake. ഇത് നമ്മുടെ സൗതേൺ പാർട്ട് ഓഫ് ഇന്ത്യ. ഓക്കെ, ആര് പെനിൻസുലർ പ്ലാറ്റോ. സോ ഇതിൻ്റെ ഇത് ദിസ് ഈസ് അവർ പെനിൻസുല. ഓക്കെ, ഇത് നമ്മുടെ പെനിൻസുല. ഇതിൻ്റെ മിഡിലാണ് പെനിൻസുല ബിക്കോസ് ബോത്ത് 3 സൈഡ്സിലും ഓഷ്യൻസ് ഉണ്ട്. സോ ഇറ്റ്സ് എ പെനിൻസുല. നൗ ഇതിൻ്റെ ഈ പെനിൻസുലൈൻ്റെ രണ്ട് സൈഡ്സും, ഓക്കെ, ദിസ് സൈഡ് ആൻഡ് ദിസ് സൈഡ്, ദിസ് ഈസ് ദ വെസ്റ്റേൺ സൈഡ് ആൻഡ് ദിസ് ഈസ് ദി ഈസ്റ്റേൺ സൈഡ്. വെസ്റ്റും ഈസ്റ്റും ബൗണ്ടറി ആയിട്ട്, ബോർഡർ ആയിട്ട് എന്തുവാ ഉള്ളത്, 2 മൗണ്ടെയിൻസ്. Western Ghats are taller and run along the western coast like a wall with many beautiful waterfalls flowing down their steep sides during monsoon season. Okay, so ഈ വെസ്റ്റേൺ ഗാർഡ്സ് ഇല്ലേ, വെസ്റ്റേൺ ഗാർഡ്സ് ഒത്തിരി ബ്യൂട്ടിഫുൾ ആണ്. ഓക്കെ, ഇത് ഒരു വാൾ, ഈ മൗണ്ടൻസ് ഒരു വാൾ പോലെ അങ്ങ് കിടക്കുവാണ്. അവിടെ ഒത്തിരി വാട്ടർഫാൾസ് ഉണ്ട്, ഒത്തിരി ബ്യൂട്ടിഫുൾ ആണ് വെസ്റ്റേൺ ഗാർഡ് കാണാൻ. ഓക്കെ, the Western Ghats have been declared a UNESCO World Heritage Site. Okay, so Western Ghats ഇത്രയും ബ്യൂട്ടിഫുൾ ആണ് that UNESCO അതിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. They are home to many rivers and have a rich biodiversity. ഒത്തിരി റിവേഴ്സ് അവിടെ നിന്ന് ഫ്ലോ ആവുന്നുണ്ട് ആൻഡ് കുറേ ബയോഡൈവേഴ്സിറ്റി ഉണ്ട്. The northern portion of the Western Ghats are also known as the Sahyadri Hills. Okay, so northern portion ഇല്ലേ means ഈ ഭാഗം like western means northern part of Western Ghats are known as Sahyadri Hills. Okay, അവിടെ ഫുള്ള് Sahyadri hills ആണ്. Okay, the eastern Ghats are lower and broken into smaller hills along the eastern coast. Okay, so ഈ ഈസ്റ്റേൺ സൈഡിലുള്ള ഘാട്ട് ഇങ്ങനെ വാൾ പോലെ ഇങ്ങനെ അങ്ങ് കിടക്കുമല്ല, അത് ഇച്ചിരി സ്മോൾ പാർട്സിൽ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് കുറച്ചുകൂടെ മീൻസ് വെസ്റ്റേൺ ഘാട്സിൽ ഫുൾ ടോൾ മൗണ്ടെയിൻസ് ആയിരിക്കും. ബട്ട് ഈസ്റ്റേൺ ഘാട്സിൽ കുറച്ചുകൂടെ ഷോർട്ട് മൗണ്ടെയിൻസ് ആണ്. ആൻഡ് ഓൾസോ അതൊരു വാൾ പോലെ ഇങ്ങനെ കിടക്കുമല്ല, ബീച്ച് മീൻസ് മിഡിൽ അതിന് ബ്രേക്കും ഉണ്ട്. ഓക്കെ, between these mountain ranges lies the Deccan Plateau, a vast area of flat highlands. So like I said, ഇതെന്താ നമ്മുടെ ഡെക്കൻ പ്ലാറ്റോ, ഇത് നമ്മുടെ പെനിൻസുല ആൻഡ് ഇത് നമ്മുടെ പെനിൻസുലർ പ്ലാറ്റോ, ഇത് നമ്മുടെ ഡെക്കൻ പ്ലാറ്റോ. ഡെക്കൻ പ്ലാറ്റോ മീൻസ് ഈ വെസ്റ്റേൺ ഘാട്ട് ആൻഡ് ഈസ്റ്റേൺ ഘാട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ളതാണ് ഡെക്കൻ പ്ലാറ്റോ. ഓക്കെ, ഇത് ഫുള്ള് നമ്മുടെ എന്തുവാ പെനിൻസുലർ പ്ലാറ്റോ ബിക്കോസ് ഇതിൻ്റെ 3 സൈഡ്സിലും ഓഷ്യൻസ് ഉണ്ട്. ഓക്കെ, so that is what it is written here, that between these mountain ranges like Eastern Ghat and Western Ghat idinte edakku enduva Deccan Plateau und a vast area of flat highlands. Okay, rivers like Godavari, Krishna and Kaveri flow across the plateau from west to east. These rivers are important for farming and providing water to millions of people. Okay, Godavari, Krishna and Kaveri idokke ee plateau koodana flow cheyyunnathu west to east. Okay, and it is very important rivers. Okay, millions of people ne ividunnu thaneyana vellom pinne drinking water ella avudunnaanu kittunnathu. That's why. So ഈ പ്ലാറ്റോ ഇല്ലേ, ഈ പ്ലാറ്റോ ഇസ് റിച്ച് ഇൻ മിനറൽസ്, ഫോറസ്റ്റ് ആൻഡ് ഫെർട്ടൈൽ ലാൻഡ്. ഓക്കെ, സോ ഇന്ത്യൻ്റെ ഇക്കണോമി കുറേയൊക്കെ ഇവിടെ തന്നെയാണ്. ഓക്കെ, ബിക്കോസ് നമ്മൾ സൗതേൺ പാർട്ടിലോട്ട് വന്നാൽ നമുക്ക് കാണാൻ പറ്റും മോസ്റ്റ്ലി കുറേ പേര്. So in this, it tilts a little to the east, so a few of the rivers in this region flow towards the Bay of Bengal. East flowing rivers like Godavari, Krishna and Mahanadi originate here, providing water for farming industry. Okay, so ഇതിന്ന് കുറേ റിവേഴ്സ് ഉണ്ട് നമ്മുടെ സൗതേൺ മീൻസ് ഈ പെനിൻസുല പ്ലാറ്റോയിൽ കുറേ റിവേഴ്സ് ഉണ്ട്. ഓക്കെ, ലൈക്ക് ഗോദാവരി, കൃഷ്ണ, മഹാനദി, ഇതൊക്കെ ഇവിടെ തന്നെയാണ്. സോ ഇതെല്ലാം ഈ വെസ്റ്റേൺ ഘാട്ട് തൊട്ട് ഈസ്റ്റേൺ ഘാട്ട് തൊട്ട് ലൈക്ക് ദിസ് സൈഡ് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ലൈക്ക് ഗോദാവരി മഹാരാഷ്ട്രയിൽ നിന്ന് തുടങ്ങിയിട്ട് ബേ ഓഫ് ബംഗാളിൽ ചെന്ന് നിൽക്കും. ഓക്കെ, അങ്ങനെയാണ് ഗോദാവരി ഫ്ലോ ചെയ്യുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് വെസ്റ്റേൺ ടു ഈസ്റ്റേൺ ഘാട്ട്. ഓക്കെ, സോ വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് ഫ്ലോ ചെയ്യുന്നത്. ബട്ട് ദെൻ
but then Narmada and Tapti. Okay, so Narmada and Tapti Bay of Bengal അല്ല അറേബ്യൻ സീയിലാണ് പോയി അത് ഫ്ലോ ചെയ്ത് ഒഴുകുന്നത്. ഓക്കെ, സോ ബാക്കി എല്ലാ റിവേഴ്സും ലൈക്ക് ഗോദാവരി, കൃഷ്ണ ആൻഡ് മഹാനദി അവരെങ്ങോട്ട് ബേ ഓഫ് ബംഗാൾ ൻ്റെ സൈഡിലോട്ട് ലൈക്ക് ഈസ്റ്റേൺ സൈഡിലോട്ടാണ്. ബട്ട് നർമദ, തപ്തി വിച്ച് ഡ്രെയിൻ ഇൻ ടു അറേബ്യൻ സീ അവരെങ്ങോട്ട് അറേബ്യൻ സീയിലോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്, മീൻസ് ദിസ് സൈഡ്. സോ ഇവിടെ റിവേഴ്സ് ഉണ്ട്. സോ റിവേഴ്സ് എന്തുവാ, ഫാമിങ്ങിന് ഹെൽപ്പ് ചെയ്യും, ഇൻഡസ്ട്രിയിൽ ഹെൽപ്പ് ചെയ്യും, ഹൈഡ്രോ ഇലക്ട്രിസിറ്റിയിൽ ഹെൽപ്പ് ചെയ്യും. സോ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഐ ടോട്ട് യു ഇൻ ദ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു ദാറ്റ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി മീൻസ് നമുക്ക് വാട്ടറിൽ നിന്ന് കിട്ടുന്ന ഇലക്ട്രിസിറ്റിക്കാണ് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. സോ ഈ വാട്ടർ, ഈ റിവേഴ്സ് അവിടെ ഉള്ളതുകൊണ്ട് അവർക്ക് ഫാമിംഗ്, ഇൻഡസ്ട്രി ആൻഡ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റിയിൽ ഒത്തിരി ഹെൽപ്പാണ്. ഓക്കെ, സോ ലൈക്ക് വൈസ് ഇവിടെ എഴുതിയിട്ടുണ്ട് പ്രൊവൈഡിങ് വാട്ടർ ഫോർ ഫാമിംഗ്, ഇൻഡസ്ട്രി ആൻഡ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പവർ. ആൻഡ് ഓൾസോ ഈ ഏരിയ ഒക്കെ റിച്ച് ആണ് മിനറൽസിലൊക്കെ, ഒത്തിരി മിനറൽസ് ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, ഫെർട്ടൈൽ ലാൻഡ് ആണ്. സോ ഇന്ത്യയുടെ ഇക്കണോമിക്ക് വേണ്ടി ഇത് ഒത്തിരി പ്രോഫിറ്റബിൾ ആണ് ഈ ഏരിയ. ഓക്കെ, ആൻഡ് ഓൾസോ dense forests on the plateau are home to tribal communities including the Santal, Gond, Baiga, Bhil and Korku. These tribes have distinct languages, traditions and ways of life closely connected to nature. സോ ഈ പ്ലാറ്റോയിൽ കുറേ ഫോറസ്റ്റും ഉണ്ട്. ഓക്കെ, സോ ഈ ഫോറസ്റ്റുകളിൽ കുറേ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, ഈ ഫോറസ്റ്റിൽ നിന്ന് തന്നെ ബിലോങ് ചെയ്യുന്ന കുറേ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട് ലൈക്ക് സന്തൽ, ഗോന്ദ്, ബൈഗ, ഭിൽ ആൻഡ് കോർക്കു. ഓക്കെ, ഇവരൊക്കെ അവിടെ ജീവിക്കും. ഓക്കെ, ആൻഡ് ഇവരുടെ വേറെ ലാംഗ്വേജസ് ഉണ്ട്, ട്രഡീഷൻസ് ഉണ്ട്. ഓക്കെ, സോ അങ്ങനെയാണ് അവർ ജീവിക്കുന്നത് അവിടെ. ആൻഡ് ഓൾസോ അവരുടെ വേ ഓഫ് ലൈഫ് എന്താ, ക്ലോസ്ലി കണക്റ്റഡ് ടു നേച്ചർ, മീൻസ് അവർക്ക് ബേർഡ്സിനോട് ചില ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് ബേർഡ്സിനോട് സംസാരിക്കാൻ അറിയാം, അവരുടെ ലാംഗ്വേജ് മനസ്സിലാവും. ഓക്കെ, സോ അങ്ങനെയൊക്കെയാണ് ലൈക്ക് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. ഓക്കെ, സോ ഈ പിക്ചറിൽ കാണാം ഡെൻസ് ഫോറസ്റ്റ് ഓഫ് ഛത്തീസ്ഗഡ്, ഹോം ടു മെനി ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. ഇതെന്താ ഡെൻസ് ഫോറസ്റ്റ് ആണ് ഓഫ് ഛത്തീസ്ഗഡ്. ഓക്കെ, ഇവിടെ എന്താ ഒത്തിരി ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഇവിടെ ജീവിക്കുന്നുണ്ട്. ഓക്കെ, Plateaus are home to many beautiful waterfalls in India. Okay, so plateausil കുറേ waterfalls ഉണ്ട്, river uneven and rocky surfaces. So like I said, like നമ്മുടെ Gangetic Plateau നമ്മൾ അവിടോട്ട് കണ്ടില്ലായിരുന്നോ, നോർത്തേൺ സൈഡിൽ അവിടെ ട്രാൻസ്പോർട്ടേഷൻ ലൈക്ക് റിവറിൽ ട്രാൻസ്പോർട്ടേഷൻ ലൈക്ക് ഷിപ്പ്, ബോട്ട് അതൊക്കെ നമുക്ക് ഓടിക്കാം ഈസിലി. അതെന്താ, ബിക്കോസ് അവിടെ പ്ലെയിൻ ലാൻഡ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് വെരി പ്ലെയിൻ ലാൻഡ് ആണ്. ബട്ട് ഇങ്ങനെ സൗതേൺ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഷിപ്പ്, ബോട്ടൊക്കെ ഓടിക്കാൻ ഇച്ചിരി ഡേഞ്ചറസ് ആണ്. ബിക്കോസ് അവിടെ എന്താ അൺഈവൻ ആൻഡ് റോക്കി സർഫേസ് ആണ് നമ്മുടെ ഈ സൗതേൺ പാർട്ടിൽ. ഓക്കെ, അൺഈവൻ ആൻഡ് റോക്കി സർഫേസസ്. സോ അവിടെ ചില ഭാഗത്ത് ഇങ്ങനെ വാട്ടർഫോൾസോ ഇതിലെയൊക്കെ ബോട്ട് വീണാൽ പിന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റത്തില്ല. ദാറ്റ്സ് വൈ ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇൻ സൗതേൺ പാർട്ട് നമുക്ക് കുറേ ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ വാട്ടർഫോൾസും കാണാം. ദാറ്റ്സ് വൈ ഈ വാട്ടർഫോൾസ് കാണാൻ ടൂറിസ്റ്റും കുറേ പേര് വരാറുണ്ട്. ഓക്കെ, ടൂറിസ്റ്റ് മാത്രമല്ല, ഇത് ഓൾസോ ഹെൽപ്സ് ഇൻ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞത് ദാറ്റ് ഈ വെള്ളം ഒത്തിരി ഫോഴ്സോടെയാണ് താഴെ വന്ന് വീഴുന്നത്. ഓക്കെ, സോ ആ വീഴുന്ന ഫോഴ്സിനെ പവറിലോട്ട് കൺവേർട്ട് ചെയ്ത് അത് ഇലക്ട്രിസിറ്റി ആക്കും. സോ ദാറ്റ് ഈസ് വാട്ട് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഈസ് നോൺ ആസ്. ഓക്കെ, so many of us is നമ്മൾ കണ്ടിട്ടുണ്ട് powerhouse waterfalls at Periya Canal near Munnar, Kerala. This is in Munnar, Kerala. I think most of us have seen this. Yeah, India's coast. Okay, so I forgot to tell you the topic. India's amazing coastlines. Okay, coastlines and the beaches അതൊക്കെ വരും. Okay, so അതിനെക്കുറിച്ചാണ് ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. So India's coasts are full of surprises. The Indian coastline is over 7,500 kilometers. So ഇന്ത്യയുടെ coastline ഇല്ലേ അത് more than 7,500 kilometers ആണ്. Okay, സോ കോസ്റ്റ് ലൈനിൽ നമ്മുടെ സൗതേൺ ഇന്ത്യൻ ഓഷ്യൻ, അറേബ്യൻ സീ ആൻഡ് ബേ ഓഫ് ബംഗാൾ അതൊക്കെയുള്ള കോസ്റ്റ് ലൈൻ ഇൻക്ലൂഡിങ് ആൻഡമാൻ നിക്കോബാർ ഇതിൻ്റെ കോസ്റ്റ് ലൈൻ അതും കൂടെ കൂട്ടിയിട്ടാണ് 7,500 kilometers. ഓക്കെ, so Indian coastlines are dotted with beautiful beaches, rocky cliffs and lush green forests. Some beaches have golden sand while others have black rocks. Some islands have coral reefs while others have are covered in thick jungles. Okay, so beautiful beaches, coastlines il beautiful beaches undu namak India il like in Kerala we have so many beaches, Varkala beach and then Vizag beach, like so many beaches are there. Tell me how many beaches you have traveled to also. Yeah, so and then rocky cliffs and then lush green forests. So three forests to only coastlines. Okay, are you guys getting what coastline is? I'll tell you. Coastline endonu njan parayave. It means ee ocean ille means yeah, here you can see no, here not here, I'll tell you. Okay, yeah, here you can see it in the full sea, like sea or ocean, whatever it is. Sea aanengilum ocean aanengilum whatever it is, it full oru sea madiri. Okay, and then here you can see that ഇവിടെ ഇച്ചിരി ലാൻഡ് ഉണ്ട്, റൈറ്റ്. ഇതെന്തുവാ, ഇതാണ് ഇതിൻ്റെ കോസ്റ്റ്. ഈ സീൻ്റെ കോസ്റ്റ് ഏതാ, ഇതാണ് ഇതിൻ്റെ കോസ്റ്റ്. ഓക്കെ, ദിസ് സീൻ്റെ കോസ്റ്റ് എന്തുവാ, ഇതാണ് ഇതിൻ്റെ കോസ്റ്റ്. ഇതിനാണ് കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ. ഓക്കെ, ലൈക്ക് സീ ഉണ്ടായിരിക്കും ആൻഡ് ദെൻ ഇച്ചിരി ലാൻഡ്, സീ അത് അവിടെ തീരുന്ന ലാൻഡ്, അതിനാണ് നമ്മൾ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? സോ യാ, ഇന്ത്യയുടെ കോസ്റ്റിൽ ബ്യൂട്ടിഫുൾ ബീച്ചസ് ഉണ്ട്, റോക്കി ക്ലിഫ്സ്, ഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് 7,500. കോസ്റ്റ് ലൈൻ എത്രയാണ്, 7,500 kilometers ലോങ് ആണ്. സോ
ഇവിടാണ് വെസ്റ്റ് കോസ്റ്റ്, സൗതേൺ പാർട്ടിൽ ഇതാണ് ഈസ്റ്റ് കോസ്റ്റ്. ഓക്കെ, സോ വെസ്റ്റ് കോസ്റ്റ് ആൻഡ് ഈസ്റ്റ് കോസ്റ്റ്. നൗ വെസ്റ്റ് കോസ്റ്റിനെ കുറിച്ച് പഠിക്കാം. ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ സ്ട്രെച്ചസ് ഫ്രം ഗുജറാത്ത് ടു കേരള പാസിംഗ് ത്രൂ മഹാരാഷ്ട്ര, ഗോവ ആൻഡ് കർണാടക. സോ വെസ്റ്റ് കോസ്റ്റ് ഗുജറാത്തിൽ നിന്ന് തുടങ്ങിയിട്ട് കേരള വരെ ഉണ്ട്. ഓക്കെ, സോ ദിസ് side is the west coast. Okay, this side is the west coast. So Gujarat to Kerala, ഇടയ്ക്ക് മഹാരാഷ്ട്ര, ഗോവ ആൻഡ് കർണാടകയിലും അതിൻ്റെ പാർട്സ് ഉണ്ട്. മോസ്റ്റ് റിവേഴ്സ് here originate in western Ghats. Okay, flow swiftly and form estuaries. So what is the meaning of estuaries? Okay, ഇവിടെ കൊടുത്തിട്ടുണ്ട് estuaries. Estuaries means റിവറിൽ ക്ലീൻ വാട്ടർ ആയിരിക്കും. ഓക്കെ, വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, റിവർ ഇത് റിവർ ആണെന്നോർത്ത് ഇത് ക്ലീൻ വാട്ടർ ഉള്ള റിവറാണ്. ഓക്കെ, ആൻഡ് ദെൻ ഈ റിവർ ഇങ്ങനെ പോയി ഒഴുകി ഒരു ഗ്രേറ്റർ ഫോമിൽ വരും. ഓക്കെ, ഇവിടെ വന്നെന്താ ഇവിടെ. ഓക്കെ, so this is the river and then this is our sea. Okay, riveril clean water ആയിരിക്കും, seal എന്തായിരിക്കും ഇച്ചിരി salty water ആയിരിക്കും. സോ ഈ റിവറിൽ നിന്ന് വന്ന് ക്ലീൻ വാട്ടർ salty വാട്ടറിലോട്ട് പോയി കണക്ട് ആകത്തില്ലേ, ആ ഒരു സ്ഥലത്തിനാണ് നമ്മൾ estuaries എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് estuaries. Estuaries means clean water from river gets joined with salty water in the sea. That part is known as estuaries. അവിടെ അവരെന്താ ഒരു estuary ഫോം ആക്കി. ഓക്കെ, ആൻഡ് ദെൻ അവിടെ നിന്നുള്ള വെള്ളം എങ്ങനെ ആയിരിക്കും, ബാർക്കിഷ് ആയിരിക്കും. മീൻസ് കുറച്ച് ഫ്രഷ്, മീൻസ് പാർട്ട്ലി ഫ്രഷ്, ഫുള്ള് ഫ്രഷ് അല്ല, ബട്ട് കുറച്ച് ഫ്രഷ് ആൻഡ് കുറച്ച് സോൾട്ടി, അങ്ങനെ ആയിരിക്കും ആ വെള്ളം. ഓക്കെ, സോ അതിനാണ് estuaries എന്ന് പറയുന്നത്. സോ കുറേ റിവേഴ്സ് വെസ്റ്റേൺ ഘാട്സിൽ നിന്ന് ഫ്ലോ ചെയ്തിട്ട് ഇവിടെ വന്നെന്തോ എസ്റ്റുവറീസ് ഫോം ആക്കും. വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യയിൽ എസ്റ്റുവറീസ് ഫോം ആക്കും. ദ കോസ്റ്റ് ലൈൻ ഈസ് ഷേപ്ഡ് ബൈ അലുവിയൽ ഡെപ്പോസിറ്റ്സ് ഫ്രം ഷോർട്ട് റിവേഴ്സ് ആൻഡ് ഫീച്ചർ കോവ്സ്, ക്രീക്സ് ആൻഡ് എസ്റ്റുവറീസ് വിത്ത് നർമദ ആൻഡ് തപ്തി എസ്റ്റുവറീസ് ബീങ് ദ ലാർജസ്റ്റ്. സോ നർമദ ആൻഡ് തപ്തി എന്തുവാ ഒരു എസ്റ്റുവറിയാണ്. ഓക്കെ, സോ നർമദ ആൻഡ് തപ്തി ആർ ദി എസ്റ്റുവറീസ് വിച്ച് യു നീഡ് ടു റിമെമ്പർ. നർമദ ആൻഡ് തപ്തി എസ്റ്റുവറീസ് ആണ്. എസ്റ്റുവറീസിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് നർമദ ആൻഡ് തപ്തി റിവർ. സോ ദാറ്റ് ഈസ് ഇറ്റ്. ഓക്കെ, West Coast has many important ports and cities. These have been the centers of economic activity for millennia. Okay, so West Coast il kore important ports and cities under like Mumbai port aayi and so many. Goa port, I think, yes, yeah Goa on the port. Okay, so Kerala port, Cochin port, all of these ports. Okay, so important ports ഈ വെസ്റ്റ് കോസ്റ്റിലാണ്. ഓക്കെ, ആൻഡ് ഓൾസോ ഇവിടെ ഇക്കണോമിക് ആക്ടിവിറ്റീൻ്റെ ഒരു സെൻറ്റർ ആയിരുന്നു ഇത് ഫ്രം ഏജസ്. ഒത്തിരി വർഷങ്ങളായിട്ട് ഇതൊരു ഇക്കണോമിക് ആക്ടിവിറ്റീൻ്റെ സെൻറ്റർ ആയിരുന്നു. So that is it for West Coast. I hope you all understood. So West Coast Gujarat to Kerala വരെ ഉണ്ട്. ഓക്കെ, മഹാരാഷ്ട്ര, ഗോവ ആൻഡ് കർണാടകയിലും ഇതിൻ്റെ കുറച്ച് പാർട്സ് ഉണ്ട്. ഓക്കെ, സോ വെസ്റ്റേൺ ഘാട്സിൽ നിന്ന് കുറേ മീൻസ് വെസ്റ്റ് കോസ്റ്റ് ആണെങ്കിൽ വെസ്റ്റേൺ ഘാട്സിൽ നിന്ന് റിവേഴ്സ് ഫ്ലോ ആയിട്ട് ഈ വെസ്റ്റ് കോസ്റ്റിൽ എസ്റ്റുവറീസ് ഫോം ആക്കും. എസ്റ്റുവറീസ് എന്താ ക്ലീൻ വാട്ടർ, റിവറിൽ നിന്ന് ക്ലീൻ വാട്ടർ വന്ന് സീൻ്റെ സോൾട്ടി വാട്ടറിനെ മീറ്റ് ചെയ്യുന്ന ആ സംഭവമാണ് എസ്റ്റുവറി. ഓക്കെ, സോ ആൻഡ് ഓൾസോ വെസ്റ്റ് കോസ്റ്റിൽ കുറേ ഇമ്പോർട്ടൻറ്റ് പോർട്സും സിറ്റീസും ഉണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ഇക്കണോമിക് ആക്ടിവിറ്റി കുറേ നാളുകളും വർഷങ്ങളായിട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വെസ്റ്റ് കോസ്റ്റിൽ. നൗ കംസ് ദി ഈസ്റ്റ് കോസ്റ്റ്. സോ വാട്ട് ഇസ് ദി ഈസ്റ്റ് കോസ്റ്റ്? ഈസ്റ്റ് കോസ്റ്റ് ലൈസ് ബിറ്റ്വീൻ ദി ഈസ്റ്റേൺ ഘാറ്റ്സ് ആൻഡ് ദ ബേ ഓഫ് ബംഗാൾ. ഓക്കെ, ബേ ഓഫ് ബംഗാളും ഈസ്റ്റേൺ ഘാറ്റ്സിൻ്റെയും ഇടയ്ക്ക് ആണ് ഈ ഈസ്റ്റ് കോസ്റ്റ്. ഓക്കെ, ഈസ്റ്റ് കോസ്റ്റ് എവിടെയാണ്? ഇതാണ് ഈസ്റ്റ് കോസ്റ്റ്. ഇത് ഇന്ത്യയുടെ സൗതേൺ പാർട്ടാണെങ്കിൽ ഇതാണ് ഈസ്റ്റ് കോസ്റ്റ്. ഓക്കെ, ദിസ് ഈസ് ദി ഈസ്റ്റ് കോസ്റ്റ്, റിമെമ്പർ. ഓക്കെ, നൗ it has wide plains and major river deltas including Mahanadi, Godavari, Krishna and Kaveri. Okay, so idenduva it has wide plains and major river deltas. Okay, ഇവിടെ wide plains ഉണ്ട്, means plain land കുറേ ഉണ്ട് ഈസ്റ്റ് കോസ്റ്റിൽ, ആൻഡ് മേജർ റിവർ ഡെൽറ്റാസ്. റിവർ ഡെൽറ്റാസ് മീൻസ് റിവർ ഫോം ചെയ്യുന്ന ഡെൽറ്റ. ഓക്കെ, ഡെൽറ്റ എന്ന് വെച്ചാൽ ഈ റിവേഴ്സും സീയും എന്തായാലും ഏതെങ്കിലും വാട്ടർ ബോഡി. ഓക്കെ, സോ ഏതെങ്കിലും വാട്ടർ ബോഡി വെള്ളത്തിൻ്റെ കൂടെ കൊണ്ടുവരുന്ന ഓരോ മണ്ണിലായാലും വേസ്റ്റ് ആയാലും എന്തായാലും ഓക്കെ അതൊക്കെ കൂട്ടിയിട്ട് ഒരു വലിയ ട്രയാങ്കിൾ ബോഡി. ഓക്കെ, ട്രയാങ്കിൾ ബോഡി ഫോം ആവും അവിടെ. ട്രയാങ്കിൾ ഓർ എനി ഒരു ട്രയാങ്കുലർ ഓർ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ബോഡി ഫോം ആവും. ലൈക്ക് ജസ്റ്റ് വാച്ച് ദിസ്. വെള്ളം റിവർ ഇങ്ങനെ ഫ്ലോ ആവാം. ഓക്കെ, ഈ റിവർ ഇങ്ങനെ ഫ്ലോ ആയിട്ട് ഇവിടെ ഈ റിവറിൻ്റെ കൂടെ ചില കുഞ്ഞു പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, മണലാണെങ്കിലും വേസ്റ്റ് ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഇതിൻ്റെ കൂടെ ഇങ്ങനെ കുഞ്ഞു പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഓവർ ടൈം ഈ റിവർ ഇങ്ങനെ വന്ന് ഇവിടെ എന്തുവാ ഇവിടെ ഇതങ്ങ് ഫോം ആക്കും. ഓക്കെ, ഇവിടെ ഇത് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും. വെള്ളത്തിൻ്റെ കൂടെ ഈ കുഞ്ഞു പാർട്ടിക്കിൾസ് ഇവിടെ ഫോം ആയിട്ട് ഈ പുതിയൊരു ബോഡി ഫോം ആകില്ല. ഇതിനാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ന്യൂ ബോഡി ഈസ് നോൺ ആസ് ഡെൽറ്റ. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ് ഗിവൻ ഡെൽറ്റാസ് ആർ ലാൻഡ് ഫോംസ് ഫോംഡ് ബൈ at the mouth of a river when it deposits sediments into a larger body of water such as an ocean, lake or another river. Over time these sediments build up forming a triangular or fan shaped area. Okay, the Godavari, Krishna, Kaveri and Mahanadi river creates a fertile delta making the land ideal for farming. So Godavari, Krishna, Kaveri and Mahanadi rivers. Okay, ഈ 4 റിവേഴ്സും ഫെർട്ടൈൽ ഡെൽറ്റാസ് ഫോം ആക്കുന്നുണ്ട്. സോ ഈ ഡെൽറ്റാസ് ഇവരുണ്ടാക്കുന്ന ഈ ഡെൽറ്റാസ് എന്തുവാ ഐഡിയൽ ഫോർ ഫാമിംഗ് ആണ്. ഈ ഡെൽറ്റാസ് ഒത്തിരി ഫെർട്ടൈലാണ് ആൻഡ് ഇറ്റ് ഈസ് ഐഡിയൽ ഫോർ ഫാമിംഗ്. ഓക്കെ, ഫാമിംഗ് ചെയ്യാൻ അഗ്രികൾച്ചറിന് വേണ്ടി ഒത്തിരി നല്ല സോയിലാണത്. ആൻഡ് ഓൾസോ ഈസ്റ്റേൺ ഘാട്സിൽ ഈസ്റ്റ് കോസ്റ്റിൽ ഇമ്പോർട്ടൻറ്റ് വാട്ടർ ബോഡീസ് ഏതൊക്കെയാണ്? ചിലിക്ക ലേക്ക്, പുലിക്കറ്റ് ലേക്ക്. ഓക്കെ,
Okay, so these two, Chilika Lake and Pulicat Lake, are the main water bodies of East Coast. East Coast in the main water bodies are Chilika Lake and Pulicat Lake. Now, the next topic, Indian islands. Okay, the Indian islands refer to the group of islands scattered across the Indian Ocean, the Arabian Sea, and the Bay of Bengal. So, Indian islands il endokya varunathu, all the islands, ella islands which are there in Indian Ocean, Arabian Sea, and Bay of Bengal inde edakke edokke islands varum adokke enduva Indian islands ആയിട്ടാണ് അറിയപ്പെടുന്നത്. Okay, which form part of India's territory. India has two major island groups, Lakshadweep in the Arabian Sea and Andaman and Nicobar Islands in the Bay of Bengal. So ഇന്ത്യക്ക് രണ്ട് major islands ഉണ്ട്. First one is Lakshadweep Island and then the second one is Andaman and Nicobar Islands. Okay, Lakshadweep, Arabian Sea, and then Andaman Nicobar Islands in the Bay of Bengal. Bay of Bengal ആണ് Andaman Nicobar and Lakshadweep, Arabian Sea. These islands have unique wildlife, beautiful beaches, coral reefs, and volcanoes. Several ancient tribes made these islands their home tens of thousands of years ago. Okay, so ഈ islands എന്താ beautiful beaches ഉണ്ട്. Okay, beautiful beaches ഉണ്ട്, and then unique wildlife. Okay, unique തരത്തെ animals and sea creatures നിങ്ങൾക്ക് കാണാം ഈ ഐലൻഡ്സിൽ. Okay, and volcanosum ഉണ്ട്. Okay, and also several ancient tribes. Okay, കുറേ ancient tribal people എന്താ ഈ ഐലൻഡ്സിനെ അവരുടെ home ആക്കിയായിരുന്നു. Okay, 10 of thousands years ago. Okay, now Lakshadweep Island. First one, Lakshadweep Island. So Lakshadweep is an archipelago. Archipelago എന്ന് വെച്ചാൽ ലക്ഷദ്വീപിനെ ഒരു ആർക്കിപെലേഗോ എന്നാണ് പറയുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഉണ്ട്. വൺ ഐലൻഡ് അല്ല, കുറേ ഗ്രൂപ്പ്സ് ഓഫ് ഐലൻഡ്സ് ഉണ്ട്. സോ ഇറ്റ് ഈസ് നോൺ ആസ് എൻ ആർക്കിപെലേഗോ. ഓക്കെ, അത് അറേബ്യൻ സീയിലാണ് ലൊക്കേറ്റഡ്. സോ ഇത് ലക്ഷദ്വീപ് ഐലൻഡ് ഇസ് മെയ്ഡ് ഓഫ് 36 ഐലൻഡ്സ്. 36 ഐലൻഡ്സും കൊണ്ട് കൺസിസ്റ്റ് ആകുന്നുണ്ട്. ലൈക്ക് 36 ഐലൻഡ്സ് ഉണ്ട് ലക്ഷദ്വീപ് ഐലൻഡിൽ. ഓക്കെ, സോ ഇവിടെ 36 ഐലൻഡ്സ് ഉണ്ട് ലക്ഷദ്വീപ് ഐലൻഡിൽ. ആൻഡ് ഇവിടെ എല്ലാ ഐലൻഡ്സിലും ആൾക്കാർ ജീവിക്കുന്നില്ല. ഓക്കെ, ഇന്ത്യ കൺട്രോൾസ് എ വാസ്റ്റ് മെറൈൻ ഏരിയ. ഓൾസോ ലക്ഷദ്വീപിൻ്റെ മെറൈൻ ഏരിയ മീൻസ് ബീച്ചസും സീയും വെള്ളമുള്ള കുറേ ഏരിയാസ് ഇന്ത്യ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. സോ ഇന്ത്യയിലെ ആൾക്കാർക്ക് ഓർ ഇന്ത്യക്ക് അവിടെ ഇന്ത്യ അവിടെ ഫിഷിംഗ് അലൗ ചെയ്തിട്ടുണ്ട്, റിസോഴ്സ് എക്സ്പ്ലോറേഷൻ അലൗ ചെയ്തിട്ടുണ്ട്, ആൻഡ് എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നൗ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. സോ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡും ഒരു ആർക്കിപെലേഗോ ആണ്. സോ ആർക്കിപെലേഗോ മീൻസ് കുറേ കുഞ്ഞു കുഞ്ഞു ഐലൻഡ്സ് കൂടി ഒരു ഐലൻഡ് ഉണ്ടാക്കുന്നതാണ് ഒരു ആർക്കിപെലേഗോ. ഓക്കെ, സോ ഇവിടെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ലക്ഷദ്വീപിൽ 36 ഐലൻഡ്സിൻ്റെ ആർക്കിപെലേഗോ ആയിരുന്നു. ബട്ട് ആൻഡമാൻ നിക്കോബാറിൽ 500 വലിയതും കുഞ്ഞിതും വോൾക്കാനിക് ഐലൻഡ്സ് ഉള്ള ഒരു ആർക്കിപെലേഗോ ആണ്. ഓക്കെ, വോൾക്കാനിക് ഐലൻഡ്സ് ഡിവൈഡഡ് ഇൻറ്റു ടു ഡിസ്റ്റിങ് ഗ്രൂപ്പ്. ഇവിടെ രണ്ട് ഗ്രൂപ്പിലാണ്. ഒരെണ്ണം ആൻഡമാൻ ഐലൻഡ്സ് ആൻഡ് ദെൻ ദി നിക്കോബാർ ഐലൻഡ്സ്. ഓക്കെ, ദയർ ലൊക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവരുടെ ലൊക്കേഷൻസ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. So this Andaman and Nicobar Islands, ഇവിടെ ഇത് ഇറ്റ്സ് ലൈക്ക് ഒരു ഔട്ട് പോസ്റ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഔട്ട് പോസ്റ്റ് ഓഫ് ഇന്ത്യ മീൻ അവിടെ കുറേ ആൾക്കാരെ ഇന്ത്യൻ ഗവൺമെൻറ് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ടു കീപ്പ് ഇന്ത്യ പ്രൊട്ടക്റ്റഡ്. ഓക്കെ, ഓഷ്യനിൽ അവർ നോക്കും, ഓഷ്യനിൽ എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടോ അതൊക്കെ നോക്കിയിട്ട് അവർ ഇന്ത്യനെ പ്രൊട്ടക്റ്റ് ആക്കി വെക്കും. ഓക്കെ, സോ ദീസ് ലൈൻസ് ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഈ ലൈൻസ് ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല. സോ ഐ എം ഡ്രോപ്പിംഗ് ദിസ്. ഓൺലി ദിസ് മച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ യാ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നൗ the delta in West Bengal and the Sundarbans. Now ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സുന്ദർബൻസിനെ കുറിച്ച്. ഓക്കെ, സോ ഈ സുന്ദർബൻസിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയാം. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഡെൽറ്റ ഓഫ് ബ്രഹ്മപുത്ര ആൻഡ് ഗംഗ. ഓക്കെ, ബ്രഹ്മപുത്ര ഡെൽറ്റ എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ദറ്റ് റിവേഴ്സ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് കുറച്ച് സെഡിമെൻറ്റ്സ് അവർ ഡെപ്പോസിറ്റ് ചെയ്യും. ആൻഡ് ദെൻ അത് പയ്യെ വലിയൊരു ഏരിയ, ഒരു ലാൻഡായി മാറും. അങ്ങനത്തെ ഒരു ഡെൽറ്റ ആണ് ഇവിടെ കാണുന്നത്. ഈ റിവർ ഇവിടെ ഫ്ലോ ചെയ്ത് ഇവിടെ ഒരു വലിയ ലാൻഡ് ഫോം ആക്കി മാറ്റിയത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡെൽറ്റ. ഇതാണ് ഒരു ഡെൽറ്റ. ഓക്കെ, സോ ഗംഗ ആൻഡ് ബ്രഹ്മപുത്രൻ്റെ ഡെൽറ്റയിലാണ് ഈ സുന്ദർബൻ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെൻ അതിൻ്റെ കുറച്ച് പാർട്ട് വെസ്റ്റ് ബംഗാളിലും ഉണ്ട്. This delta has a unique combination of the river, sea and land. Okay, ഇവിടെ റിവറും ഉണ്ട്, സീയും ഉണ്ട്, ലാൻഡും ഉണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് എ യുണീക്ക് കോമ്പിനേഷൻ. ഈ ഡെൽറ്റ ഒരു യുണീക്ക് കോമ്പിനേഷൻ ആണ് ഓഫ് റിവർ. ഇവിടെ റിവറും സീൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. ആൻഡ് ഓൾസോ ഇവിടെ നിങ്ങൾക്ക് ഇച്ചിരി ലാൻഡ് കാണാം, അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ്. ഓക്കെ, this is also a UNESCO heritage site. The Sundarbans are home to many species including the Royal Bengal tiger. So ഈ സുന്ദർബൻസ് ഒരു ഹോമാണ്. ഓക്കെ, അവിടെ റോയൽ ബംഗാൾ ടൈഗേഴ്സ് അവിടെ കുറേ ഉണ്ട്. ഓക്കെ, അവിടെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, സോ ഇതിനെ ഒരു യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ സുന്ദർബൻ ഹാഫ് ഇന്ത്യയിലാണ് ആൻഡ് റെസ്റ്റ് ബംഗ്ലാദേശിലാണ് ലൊക്കേറ്റഡ്. ഓക്കെ, സോ യാ, സോ ഞാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യിപ്പിക്കാം. ദാറ്റ് ഈ സുന്ദർബൻ ഇതെവിടാണ്? ദ ഡെൽറ്റ ഇൻ ദ വെസ്റ്റ് ബംഗാൾ ആൻഡ് ദി സുന്ദർബൻ. ഓക്കെ, സോ ഈ സുന്ദർബൻ ബ്രഹ്മപുത്ര ആൻഡ് ഗംഗായിൻ്റെ ഡെൽറ്റയിലാണ് ഇത് ഉള്ളത്. ഓക്കെ, ആൻഡ് ദെൻ ഇതിൻ്റെ കുറച്ച് പാർട്ട് വെസ്റ്റ് ബംഗാളിലും ഉണ്ട്. ഓക്കെ, സോ ഈ ഡെൽറ്റ ഒരു യുണീക്ക് കോമ്പിനേഷൻ ആണ് ഓഫ് റിവർ, സീ ആൻഡ് ലാൻഡ്. റിവർ, സീ ആൻഡ് ലാൻഡിൻ്റെ ഒരു യുണീക്ക് കോമ്പിനേഷൻ ആണ് ഈ ഡെൽറ്റ. ഓക്കെ,
ഹാഫ് ഓഫ് ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലാണ് ഇതിൻ്റെ പകുതി ഭാഗം. ആൻഡ് ദ റെസ്റ്റ് ഇസ് ഇൻ ബംഗ്ലാദേശ്. ബാക്കി ഹാഫ് എവിടെ? ബംഗ്ലാദേശിലാണ്. ഓക്കെ, ദിസ് ഇസ് ഓൾസോ യുനെസ്കോ heritage site. The Sundarbans are home to many species including Royal Bengal tiger. It is very important. Okay, Sundarban home ആർക്ക് വേണ്ടി? Royal Bengal tigers-ന് വേണ്ടി Sundarban ഒരു home ആണ്. Okay, now let's successfully move to, I think, the last topic of this chapter, this lengthy chapter, the hills of the northeast. So the hills of the northeast means northeastile hills. Okay, അതിനെ കുറിച്ചാണ്. It's very beautiful. Okay, it's very 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 beautiful. So the hills of the northeast എന്തൊക്കെ ഇൻക്ലൂഡ് ആവുന്നുണ്ട്? ഗാരോ, ഖാസി ആൻഡ് ജാന്തിയ. ഓക്കെ, സോ ഈ 3 പേരുകൾ യു ഷുഡ് റിമെമ്പർ ദിസ് ബിക്കോസ് 9 and 10 ഇത് നിങ്ങൾക്ക് വരും. ഓക്കെ, like you can see, I think, okay, here the picture is given. Okay, ഇവിടാണ് ഇതിൻ്റെ പിക്ചേഴ്സ് കൊടുത്തേക്കുന്നത്. സോ ഈ ഗാരോ, ഖാസി ആൻഡ് ജാന്തിയ ഇത് ഹിൽസ് ഓഫ് ദ നോർത്ത് ഈസ്റ്റിൻ്റെ ഒരു പാർട്ടാണ്. ദീസ് ഹിൽസ് പാർട്ട് ഓഫ് ദ മേഘാലയ പ്ലാറ്റു ആർ നോൺ ഫോർ ദ ലഷ് ഗ്രീനറി, ഹെവി റെയിൻഫോൾ ആൻഡ് ബ്രെത്ത് ടേക്കിംഗ് വാട്ടർഫോൾസ്. ഓക്കെ, സോ ഈ ഹിൽസ് അവിടെ എന്തുവാ? ദേ ആർ ഫേമസ്. അവരെന്താ ഫേമസ്? They are famous for lush greenery. Means അവിടെ ഭയങ്കര ഗ്രീനറി ആണ്, ഹെവി റെയിൻഫോൾ, ഒത്തിരി റെയിൻഫോൾ, ആൻഡ് ബ്രെത്ത് ടേക്കിംഗ് വാട്ടർഫോൾസ്. അവിടുത്തെ വാട്ടർഫോൾസ് ഒത്തിരി ബ്യൂട്ടിഫുൾ ആണ്. 7 Sisters, ഐ തിങ്ക് യു ഹാവ് ഹേർഡ് ഓഫ് ഇറ്റ്. 7 Sisters ഇലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദിസ് റീജിയൻ എക്സ്പീരിയൻസ് വൺ ഓഫ് ദ ഹയസ്റ്റ് റെയിൻഫോൾസ്. ഓക്കെ, ഏറ്റവും കൂടുതൽ റെയിൻഫോൾ ഇൻ ദ വേൾഡിൽ ഏറ്റവും കൂടുതൽ റെയിൻഫോൾ എവിടെ? ഹിൽസ് ഓഫ് ദ നോർത്ത് ഈസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ റെയിൻഫോൾ. ഓക്കെ, മേക്കിംഗ് ഇറ്റ് റിച്ച് ആൻഡ് ഫോറസ്റ്റ്, യുണീക് വൈൽഡ് ലൈഫ് ആൻഡ് ഫെർട്ടൈൽ ലാൻഡ്. ഓക്കെ, സോ എത്ര കൂടുതൽ റെയിൻ ഉണ്ടാകും അത്രയും കൂടുതൽ ഫോറസ്റ്റ് ഉണ്ടാകും. ഓക്കെ, സോ അവിടെ എന്താ? റിച്ച് ഇൻ ഫോറസ്റ്റ്, യുണീക് വൈൽഡ് ലൈഫ് ആൻഡ് ഫെർട്ടൈൽ ലാൻഡ്. ഓക്കെ, ഒത്തിരി ഫെർട്ടൈൽ ലാൻഡാണ് അവിടുത്തെ. Molinong village, situated in the East Khasi Hills of Meghalaya, is renowned as the cleanest village in Asia. Okay, ഏഷ്യൻ്റെ ക്ലീനസ്റ്റ് വില്ലേജ് ഏതാണെന്നറിയോ? മേഘാലയയിൽ ഖാസി ഹിൽസ് ഉണ്ട്, അവിടെ ഒരു വില്ലേജ് ഉണ്ട് മോളിനോങ് വില്ലേജ് എന്ന് പറഞ്ഞ്. അതാണ് ഏഷ്യൻ്റെ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജ്. ദിസ് പിക്ചേഴ്സ്ക്യൂ വില്ലേജ് ഇസ് ഫേമസ് ഫോർ ഇറ്റ്സ് വെൽ മെയിൻറ്റെയിൻ ക്ലെൻലിനെസ്, ബാംബൂ ഡസ്റ്റ്ബിൻസ് ആൻഡ് eco-friendly practices, living practices. Okay, സോ ഈ മോളിനോങ് വില്ലേജ് ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജ് ഇൻ ഏഷ്യ. ഇതെന്തിനാണ് ഫേമസ് എന്നറിയാം? ഇറ്റ് ഇസ് ഫേമസ് ഫോർ ഇറ്റ്സ് വെൽ മെയിൻറ്റെയിൻ ക്ലീൻലിനെസ്. ഭയങ്കര ക്ലീൻ ആണ്, വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ബാംബുവിൻ്റെ ഡസ്റ്റ്ബിൻസ് ആണ് അവിടെ ഉള്ളത്. ആൻഡ് ഇക്കോ ഫ്രണ്ട്ലി ലിവിങ് പ്രാക്ടീസസ്. ഓക്കെ, അവിടെ ഒത്തിരി ഇക്കോ ഫ്രണ്ട്ലി പ്ലാസ്റ്റിക്സിൻ്റെ യൂസ്. ഇക്കോ ഫ്രണ്ട്ലി മീൻസ് നേച്ചറിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള വേയിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് നോൺ എസ് ഇക്കോ ഫ്രണ്ട്ലി വേ. ഓക്കെ, സോ അവിടെ എന്താ? ഇക്കോ ഫ്രണ്ട്ലി ലിവിങ് പ്രാക്ടീസ് ആണ്. ആൻഡ് the village is also known for its living root bridges, which are created by weaving tree roots over the course of many years. Okay, so അവിടെ ലിവിങ് ട്രീ റൂട്ട്സിൻ്റെ ബ്രിഡ്ജസ് ഉണ്ട്. ഓക്കെ, ലൈക്ക് ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ. ഇതെന്താ? ഈ ഫുൾ ബ്രിഡ്ജ് റൂട്ട്സും കൊണ്ടാണ് ഫോം ആയിരിക്കുന്നത്. ഓക്കെ, സോ ഇതിന് വേണ്ടി എന്താ? ആ വില്ലേജ് ഒത്തിരി ഫേമസ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ് for your whole lesson. I hope you all understood. And it was a really nice chapter, and that is it. If you want ഇതിൻ്റെ question answers നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻസിൽ പറഞ്ഞാൽ മതി. And that is it for the video. And please do not forget to like, share and subscribe for more such videos related to your studies. And yeah, that's it. Thank you so much. If you like the video, please do not forget to like, share and subscribe. Yeah, that's it. Thank you.